ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി ഇന്ത്യ രാജ്യം ഭരിക്കുന്നു. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രം കൈയാളിയിരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ പരാജയത്തിന്റെ കൈപ്പുനീര് കുടിച്ച് മറുഭാഗത്ത് നിൽക്കുന്നു. മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ ആ മത്സരത്തിൽ പങ്കെടുത്തവരുടെ ആ മത്സരത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവർക്ക് അവസാനം കിട്ടിയ റിസൾട്ട് പല രീതിയിലാണ്. ഒരു വിഭാഗത്തിന് വലിയ സമാശ്വാസം കേവല ഭൂരിപക്ഷത്തോടുകൂടി കുറെ നാളുകൾക്ക് മുമ്പ് 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞു എന്ന റിസൾട്ട് ആ മത്സരത്തിനൊടുവിൽ അവർക്ക് കിട്ടി. കേന്ദ്രമന്ത്രിസഭ നിലവിൽ വന്ന സന്തോഷത്തോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലോട്ട് കടന്നുപോയി. എങ്കിലും ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോലും കഴിയാതെ ഒരു കേന്ദ്രമന്ത്രി വിമാനത്താവളത്തിന്റെ മുമ്പിൽ പൊട്ടിത്തകർന്ന് തകർത്തുപോയി എന്നതാണ്. ആ വിജയം ആസ്വദിക്കാൻ പോലും മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ നൈമിഷികത കൊടുത്തില്ല എന്ന ദാരുണമായ ഒരു ചരിത്രത്തിന്റെ മറുഭാഗം. ആ മത്സരത്തിന്റെ അവസാനം ഒരാൾ ഒറ്റയ്ക്ക് കയറിയപ്പോ രണ്ടാമത് നമ്മൾ കണ്ടത് ഒറ്റയ്ക്കിരുന്നവൻ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നടിഞ്ഞ മറ്റൊരാളുടെ പരാജയത്തിന്റെ റിസൾട്ടും നാം കണ്ടു. മൂന്നാമത് ആ മത്സരത്തിൽ നാം കണ്ടത് കുറെ കാലങ്ങളായി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന പാർട്ടികൾ അവരുടെ ദേശീയ പാർട്ടിയുടെ പദവി പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ സീറ്റുകൾ കുറഞ്ഞുപോയി എന്നത് മറ്റൊരു വശം. ഞാനീ പറയുന്നത് ഇത് UDF-ന്റെയോ LDF-ന്റെയോ UPA-യുടെയോ NDA-യുടെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ കേരള കോൺഗ്രസിന്റെയോ ഭാരതീയ ജനതാ പാർട്ടിയുടെയോ RSP-യുടെയോ B-യുടെയോ ABCD Z മുതലുള്ള വളരും തോറും പിളരും തോറും തളരുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമ്മേളനത്തിന്റെ ഒരു മത്സരത്തിന്റെ വിശകലനമല്ല. സ്വാഭാവികമായി നാം പറയുന്നത് ഒരു മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മത്സരാർത്ഥികളെ സംബന്ധിച്ചോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് പ്രധാനപ്പെട്ടതാണ്. ആ മത്സരത്തിൽ കളത്തിലിറങ്ങുകയോ ഗോതയിലിരിക്കുകയോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഏതായാലും ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ മത്സരത്തിന്റെ റിസൾട്ട് പരമാവധി പ്രകടമായി. അതാ രീതിയിൽ അതിന്റെ ഭാഗത്തോടുകൂടി മുമ്പോട്ട് പോവുകയുമാണ്. അക്കാര്യത്തിൽ നമുക്ക് ആശങ്കയില്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുസിദ്ദു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അധികാരം അല്ലാഹുവേ, രാജാക്കന്മാരുടെ രാജാവ് നീയാണ്. ചിലരുടെ കയ്യിൽ നീ അധികാരം കൊടുക്കും, കൊടുത്തവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കും. ചിലർക്ക് അഭിമാനം കൊടുക്കും, ചിലർക്ക് ആഭിജാത്യം കൊടുക്കും, ചിലർക്ക് അധികാരം കൊടുക്കും, ചിലർക്ക് അധികാര ഭംഗം കൊടുക്കും. ബിയദികൽ ഖൈർ, എല്ലാത്തിന്റെയും കടിഞ്ഞാൻ നിന്റെ കയ്യിലാണ് തമ്പുരാനെ. ഞങ്ങളാണോ നിങ്ങളുടെ അടിമ മാത്രമാണ്. നിന്റെ ഖലാ എന്താണോ അത് അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് തമ്പുരാനെ. അക്കാര്യത്തിൽ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആശങ്കകളൊന്നുമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇസ്ലാമിക സമൂഹമുള്ളത്. രണ്ടാമത്തെ മത്സരം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മത്സരം കഴിഞ്ഞു. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക എന്ന ശീർഷകത്തിന്റെ രണ്ടാമത്തെ മത്സരം വേൾഡ് കപ്പ് നടക്കുകയാണ്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മിനി വേൾഡ് കപ്പുകൾ നടക്കാൻ തുടങ്ങി. എല്ലാവരുടെയും കാണുന്ന മലപ്പുറം ജില്ലയിലെ മുക്കുകളിലും പള്ളികളുടെ മുമ്പുകളിലും പോലും ബ്രസീലിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ ദേശീയ പതാകകളുമായി മാപ്പിള മക്കുകൾ ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് പോലെ സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങി. എല്ലാവരെയും ബ്രസീലിയൻ ഫുട്ബോൾ ചരം ഒരു ഏറ്റവും വലിയ മത്സരം. ആ മത്സരത്തിന്റെ കഥ തന്നെ ബ്രസീലിൽ 10 ലക്ഷം വേശ്യകളെയാണ് ഇപ്രാവശ്യം ലോകകപ്പിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ പിന്നെ അവിടെ നടക്കുന്നത് പന്ത് കളിയാണോ വേറെന്തെങ്കിലും ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. പന്തിന്റെ സെന്റർ ഫോർവേഡ് പന്ത് തട്ടുന്നതിന് മുമ്പേ 10 ലക്ഷം വേശ്യകളെയാണ് ബ്രസീലിൽ ഇറക്കുമതി ചെയ്തത് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ. കഴിഞ്ഞ പ്രാവശ്യം അധികം ഇറക്കുമതി ചെയ്യേണ്ടി വന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് നടന്നത് എന്നതുകൊണ്ട് 10 ലക്ഷം വേശ്യകളെ ഇറക്കുമതി ചെയ്ത വേൾഡ് കപ്പിന്റെ ചൂരും തങ്ങളുടെ നെഞ്ചിലേറ്റി മലപ്പുറത്തെയും കോഴിക്കോടിലെയും ഫുട്ബോൾ ഭ്രാന്തന്മാരായ നമ്മുടെ ചെറുപ്പക്കാർ എല്ലായിടത്തും കഴിഞ്ഞ നബിദിനത്തിന് കെട്ടിയ കൊടിയൊക്കെ അടിച്ച് താഴെ ഇറക്കി. അവിടെയൊക്കെ ഇപ്പൊ ബ്രസീലിന്റെ കൊടിയ. ചില മഹല്ലുകളുടെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് ഇതൊരു ബ്രസീലിയൻ മഹല്ലാണെന്നാണ്, ചിലത് അർജന്റീനയുടെ മഹൽ. പല പള്ളികളിലും ഇമാമ് മെസ്സിയും മഹ്മൂമ് നെയ്മറുമാണ്. മിക്ക പള്ളികളിൽ ഇപ്പൊ പോയി കണ്ടാൽ ഇമാമ് മെസ്സിയും
മഹ്മൂമ് നെയ്മറുമാണ്. കാരണം ഇമാമ് നിൽക്കുന്നവന്റെ ടീഷർട്ടിന്റെ പുറകിൽ മെസ്സിയ, മഹ്മൂമ് നിൽക്കുന്നവന്റെ ടീഷർട്ടിന്റെ പുറകിൽ നെയ്മർ എന്ന് എഴുതിയിട്ടുണ്ടാവും. മിക്കടത്ത് ഇമാമ് മെസ്സിയും മഹ്മൂമ് നെയ്മറും റൊണാൾഡോയും ഒക്കെയായി ഒരു വലിയ മത്സരത്തിന്റെ ചൂടും ചൂരുമായി ഞാൻ ഇന്നലെ വാതിന് പോയ സ്ഥലത്ത്, അത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിൽ, അവിടെ ചെന്നപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു ഇതൊരു അർജന്റീനിയൻ ഗ്രാമമാണ്. ആ ഗ്രാമം തന്നെ അവർ അർജന്റീനയാക്കി. ഇവിടെ എല്ലാവരും അർജന്റീനയുടെയും ബ്രസീലിന്റെയും ദേശീയ പതാകയുമായി മലപ്പുറത്തെ മാപ്പിള മക്കൾ ആ പതാകയും ചുഴറ്റിക്കൊണ്ട് മഹലിന്റെ മുമ്പിലൂടെ നടക്കുക. യഥാർത്ഥത്തിൽ ബ്രസീലും അർജന്റീനയും ഒരു മുസ്ലിം രാഷ്ട്രമാകാതിരുന്നത് അള്ളാഹു കാത്തു, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേ ഭീകരവാദികളായേനെ. ആ പതാകയും കൊണ്ട് നടന്ന നിങ്ങൾ എന്നേ മലപ്പുറംകാര് ഭീകരവാദിയായേനെ. അതൊരു മുസ്ലിം രാഷ്ട്രമായിരുന്നെങ്കിൽ. ഏതായാലും ആ മത്സരത്തിന്റെ അവസാനം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫുട്ബോൾ മത്സരം നടക്കുമ്പോ അതിലും ഒരാൾ ജയിക്കും. അത് ബ്രസീലാണോ അർജന്റീനയാണോ എന്നതാണ് ഇപ്പൊ അയിമത്തുകളുടെ ഇടയിലുള്ള ഇഖ്തിലാഫ്. ഏതായാലും ഒരാൾ ജയിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയുടെ മുമ്പിൽ ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡ്, പള്ളിയിലെ മൂല്യാര് പലതും പറയും, പക്ഷേ കപ്പ് ബ്രസീലിന് തന്നെ എന്നാണ് മലപ്പുറം ജില്ലയിലെ പള്ളിയുടെ മുമ്പിലെ ഫ്ലെക്സ് ബോർഡ്. അന്നത്തെ ജുമയ്ക്ക് ഖത്തീബ്, മഹലിലെ ഖത്തീബ് ഈ ചെറുപ്പക്കാരെ ഫുട്ബോൾ ഭ്രാന്തിനെതിരെ സംസാരിച്ചു. ജുമാ കഴിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാര് വെറുതെ വിട്ടില്ല. അവർക്ക് വാശിയായി, എന്റെ ഉമ്മാനെ വാപ്പാക്ക് കെട്ടാങ്കിൽ വാപ്പാടെ ഉമ്മാനെ എനിക്കും കെട്ടാം, അതായി വാശി. ആ വാശിയിൽ അവര് പോയി ഫ്ലെക്സ് അടിച്ചു, പള്ളിയുടെ മുമ്പിൽ കെട്ടിവെച്ചു. പള്ളിയിലെ മൂല്യാര് പലതും പറയും കപ്പ് ബ്രസീലിന് തന്നെ. ഇങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു മത്സരത്തിലാണ്. യഥാർത്ഥത്തിൽ മത്സരവേദിയിൽ നമ്മൾ വല്ലാതെ സാമ്പാദത്വവും ബ്രസീലിയൻ സംഗീതവും കാൽപന്ത് കളിയുടെ കൗമാരികതയുമായി ഒരു മത്സരത്തിലേക്ക് നമ്മൾ മുഴുവനും ഇറങ്ങി നിൽക്കുമ്പോ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാ മത്സരിക്കേണ്ടത്? ലോകം മുഴുവനും മത്സരത്തിന്റെ ജ്വരത്തില. ഒരു ഭാഗത്ത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ജ്വരം കഴിഞ്ഞു, മറുഭാഗത്ത് ലോകത്ത് ഫുട്ബോളിന്റെ മത്സരത്തിന്റെ ജ്വരം. അതിന്റെ മറുഭാഗത്തോ ഇറാഖ് എന്ന് പറയുന്ന ഇസ്ലാമിക സാംസ്കാരിക നാടാ ഇറാഖിന്റെ മണ്ണിൽ പരസ്പരം ആധിപത്യം ഉറപ്പിക്കാനുള്ള ഷിയ മുസ്ലിം പോരാട്ടങ്ങൾ. ലോകത്തിന്റെ ഏറ്റവും വലിയ തൗഹീദിന്റെ ഉണർത്തുപാട്ട് ലോകത്തോട് പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് മഹാനവറുകളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ബഗ്ദാദിന്റെ നഗരത്തിലൂടെ മുസ്ലിം ഷിയ പോരാട്ടത്തിന്റെ നടുവിൽ പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങൾ അടിഞ്ഞു വീടുമ്പോ ഇറാഖിന്റെ നഗരങ്ങൾ ഓരോന്നായി ബഗ്ദാദ് അടക്കം മുസ്ലിടക്കം തിക്രീത്ത് അടക്കമുള്ള നൂറുകണക്കിന് പട്ടണത്തിന്റെ മുകളിലൂടെ ആയിരക്കണക്കിന് തോക്കുകളുടെ നരാധിവേശം നടക്കുമ്പോ ഇറാഖ് പിടിച്ചടക്കാനുള്ള മത്സരം നടക്കുകയാ ഇറാഖില്, ഫലസ്തീൻ പിടിച്ചടക്കാനുള്ള മത്സരം നടക്കുകയാ ഇസ്രയേലില്, ലിബിയ പിടിച്ചടക്കാനുള്ള മത്സരം നടക്കുകയാ ലിബിയയില്. ഈജിപ്തില് ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേര് മുഹമ്മദ് മുർസി അടക്കമുള്ള പതിനായിരക്കണക്കിന് ഇസ്ലാമിക പ്രവർത്തകരെ തൂക്കിലേറ്റുകയാ. എല്ലാം എന്തിനു വേണ്ടിയാണ്? അധികാരം എന്ന് പറയുന്ന നാലക്ഷരത്തിനു വേണ്ടി. ഈജിപ്തിലും ലിബിയയിലും സിറിയയിലും ഇറാഖിലും കാശ്മീരിലും ഒക്കെ മത്സരം നടക്കുമ്പോ അത് മുഴുവനും മണ്ണിന് വേണ്ടിയുള്ള മത്സരമാ. മറുഭാഗത്ത് ബ്രസീലിൽ 10 ലക്ഷം വേശ്യകളുടെ വെമ്പടിയോടെ നടക്കുന്നത് 4.5 കിലോഗ്രാം വലിപ്പമുള്ള ഒരു സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാ. ഇന്ത്യയിൽ നടന്നത് സനവതിന്റെ 10ാം നമ്പർ റൂമിലുള്ള അധികാര കസേരക്ക് വേണ്ടിയുള്ള മത്സരമാ. പക്ഷേ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മത്സരവേദിയിലോട്ട് കടന്നു വന്ന അത് മണ്ണിന് വേണ്ടിയല്ല, അത് അധികാരത്തിന് വേണ്ടിയല്ല. മണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി മത്സരത്തിലോട്ട് കടന്നുപോയ 6ാം നൂറ്റാണ്ടിലെ കാട്ടറബികളോട് മദ്യത്തിന്റെ ഒരു കുപ്പി മദ്യം കൈക്കലാക്കാൻ മറ്റൊരുത്തന്റെ കരുത്തിലേക്ക് വാളെടുത്ത് വെച്ച അറബി കുട്ടികളോട് ഒട്ടകത്തിന്റെ നാവ് വന്നതന്റെ ഈത്തപ്പന മരത്തിന്റെ ഓലയിലൊന്നു തൊട്ടപ്പോ തലമുറകളോളം മത്സരത്തിന്റെ യുദ്ധം നടത്തിയ 6ാം നൂറ്റാണ്ടിലെ ജാഹിലിയ സംസ്കാരത്തോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മത്സരിക്കേണ്ടത് അത് മണ്ടിയല്ല, അത് പെണ്ണിന് വേണ്ടിയല്ല, അത് കള്ളിന് വേണ്ടിയല്ല, അത് പൊന്നിന് വേണ്ടിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കച്ചവട കാര്യത്തിൽ മത്സരിക്കുമ്പോ, സമ്പത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുമ്പോ, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുമ്പോ, പദവിയുടെ കാര്യത്തിൽ മത്സരിക്കുമ്പോ, പ്രതാപത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുമ്പോ, ഓരോന്നിനും വേണ്ടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാൾക്ക് മറ്റൊരാളോട് മത്സരമില്ലാത്ത ആരാ ഉള്ളത്? പക്ഷേ യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ ലാ യസ്മഊന ഹസീസഹാ വഹും ഫീ മുജ്തഹദ് അൻഫുസുഹും ഖാലിദൂൻ. എന്നെ ശ്രവിക്കാനെത്തേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, പൊന്നുമോനെ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. ആരാണോ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കാനുള്ളത്, നന്മയ്ക്ക് വേണ്ടി പോരടിക്കാനുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി പടയണി ചേരാനുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി ധർമ്മയുദ്ധത്തിന് ധൈര്യമുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി രക്തം ചിന്താനുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി സമ്പത്ത് സമർപ്പിക്കാനുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി മോഹത്തെ അടക്കാനുള്ളവൻ വാ, നന്മയ്ക്ക് വേണ്ടി ആഗ്രഹത്തെ അഭിനഭിഷിക്കാനുള്ളവൻ വാ. അല്ലാഹ് പറയുകയാണ്, മത്സരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വിളിക്കുകയാ, മത്സരിക്കാൻ തയ്യാറുണ്ടോ? ആരാ മത്സരിക്കാൻ തയ്യാറുള്ളത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കൂട്ടം ഫ്ലെക്സ് ബോർഡുകൾ ഒരുക്കി വെച്ചിട്ട്, ആരുണ്ടടാ ഇന്ത്യയുടെ സിംഹത്തോട് മത്സരിക്കാൻ തയ്യാറുള്ളതെന്ന്? സാക്ഷാൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഫോട്ടോ വരച്ച് വെച്ചിട്ട്, വലതുപക്ഷത്ത് താമരയും ഇടതുപക്ഷത്ത് വടിവാളുമായി നേതാവിന്റെ ഫോട്ടോ പൊക്കി വെച്ചിട്ട്, ആരുണ്ടടാ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉള്ളിലോട്ട് കടന്നു തന്നിട്ട്, പുലിക്കുട്ടികൾ മരിച്ചിട്ടില്ലടോ, ഇസ്ലാമിന്റെ തലമുറക്ക് ഭംഗം വന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ 270 സീറ്റുകൾ നേടിയിട്ട് ഒരൊറ്റ പാർട്ടി കേവല ഭൂരിപക്ഷത്തിന് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഒരാൾ അവരോധിക്കാനില്ലാതെ ഒറ്റക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളത്തിൽ ഏർക്ക് നിർത്തിയിട്ട്, നിങ്ങൾ ചുട്ടുകൊന്ന ഇഹ്സാൻ ജാഫ്രിയുടെ മകനായി, നിങ്ങളെ തകർത്തുകൊന്ന ഇസ്രത്ത് ജഹാന്റെ സഹോദരനായി, ഗുജറാത്തിലെ നിങ്ങൾ കൊന്നൊടുക്കിയ 10,000 കുട്ടികളുടെ പിതാവായിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നതെന്ന് തെലുങ്കാനയുടെ അസദുദ്ദീൻ ഉവൈസിക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ, ഞാനൊരു മുസ്ലിമാണ് പറയാൻ, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ് പറയാൻ, പേശന്റാരാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലോട്ട് കടന്നു ചെന്നിട്ട് അവന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, ഞാൻ ആരെന്നറിയോ? അന ഖാദിമു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ സേവകനാണെന്ന് പറയാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരാർജവത്തിലേക്ക്, നന്മയുടെ ഭാഗത്തേക്ക് മത്സരിക്കാൻ ചങ്കുറപ്പുള്ളവനാരാ? അവൻ വരാൻ വേണ്ടി വിശുദ്ധമായ ആയത്തിറങ്ങിയപ്പോ ഞാൻ പറയുന്നു, മത്സരിക്കുന്നത് കൂടപ്പിറപ്പിനോടല്ല, മത്സരിക്കുന്നത് അയൽവക്കക്കാരനോടല്ല, മത്സരിക്കേണ്ടത് പള്ളിക്കമ്മിറ്റിയോടല്ല, മത്സരിക്കേണ്ടത് പണ്ഡിതന്മാരോടല്ല, മത്സരിക്കേണ്ടത് സയ്യിദന്മാരോടല്ല. ആരോടാ മത്സരിക്കേണ്ടത്? ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. എവിടെയാണോ നന്മ കണ്ടത്, എവിടെ കോടിയാനാണോ എന്റെ കൈവെള്ളയിലെ നന്മ കിട്ടുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, എവിടെ കോടിയനാണോ എന്റെ കൈവെള്ളയിലെ നന്മയുടെ കൂമ്പാരം കിട്ടുക, അവിടെ കോടാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു മത്സരത്തിന്റെ കഥ പറഞ്ഞു തരാം. ഇത് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള സ്വപ്ന ഫൈനലല്ല, ഇത് ഉറുഗ്വേയുടെ സമ്പാതാളങ്ങളല്ല, ഇത് ആഫ്രിക്കൻ ടീമിന്റെ വന്യാരവങ്ങളല്ല, ഫുട്ബോളിന്റെ ഭ്രാന്ത് തലക്ക് പിടിച്ച എന്റെ മലപ്പുറത്തെ ചെറുപ്പക്കാരാ, 1000 കക്കാക്ക് അര മെസ്സി എന്ന് ഫ്ലെക്സോട് എടുത്ത് വെച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഓരോ ഫ്ലെക്സ് ബോർഡിലും കണ്ടിടണ്ട 1000 കക്കയ്ക്ക് പകരം അര മെസ്സി എന്നാണ് പറഞ്ഞത്, 1000 കോഴിക്ക് പകരം അരക്കാട എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പരസ്യം വന്നു, 1000 കക്കയ്ക്ക് പകരം അര മെസ്സി മതി എന്ന്. പൊന്നുമോനെ, അതിനേക്കാൾ വലിയ മത്സരം നടന്ന ഈ മത്സരം നടക്കുന്നത്
ബ്രസീലിലെ റിയോ ഡി ജനീറയിലല്ല, അവിടുത്തെ പച്ചപ്പരവതാനി വിരിച്ച ഫുട്ബോൾ മൈതാനത്തിലല്ല. ഈ മത്സരം നടക്കുന്നത് എവിടെയെന്നറിയോ? ആ ഫുട്ബോൾ മൈതാനത്തിന്റെ 10,000 വലിപ്പമില്ലാത്ത ഈത്തപ്പനമരത്തിന്റെ ഓലകള് ചാരിവെച്ച ഹബീബായ മുത്തിന്റെ മസ്ജിദുൻ നബവി, മദീന നഗരത്തിലെ മസ്ജിദുൻ നബവിയിൽ ഒരു മത്സരം നടക്കുകയാണ്. ആരാ മത്സരത്തിന്റെ റഫറി ആരെന്നറിയോ? ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ആദർശ സത്തേ ആമിനയുടെ മുത്തേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരാ മൈതാന മധ്യത്ത് കിടക്കുന്ന മിഡ്ഫീൽഡർമാരാരാ? തന്റെ മുമ്പിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ യുദ്ധം നടക്കാൻ പോവുകയാ. എതിരാളികൾ ഇസ്ലാമിനെ തകർക്കാൻ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയില്ല. ഇസ്ലാമിന് വേണ്ടി കൊടുക്കാൻ ഒരു നാണയം പോലും കയ്യിലില്ല. ആരാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്നത്? ആരാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്നത്? മദീനത്തെ പള്ളിയുടെ മൂലയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രപഞ്ച നായകന്റെ ഏറ്റവും വലിയ ശബ്ദം വരുമ്പോ ഹബീബായ നബിയുടെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഇരിക്കുന്നുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ ഒരു മത്സരം നടക്കാൻ നന്മയ്ക്ക് വേണ്ടി ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഇസ്ലാമിന് ഏറ്റവും വലിയ ആവശ്യത്തിന്റെ കാലഘട്ടമാണ്, ആരാണ് ഒന്ന് സഹായിക്കാനുള്ളത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മത്സരം എല്ലായിടത്തും, മത്സരമില്ലാത്തൊരു മേഖലയില്ല. യഥാർത്ഥത്തിൽ ഒരു പെട്ടിക്കച്ചവടക്കാരനാണെങ്കിൽ പോലും അടുത്ത പെട്ടിക്കട കച്ചവടക്കാരനോട് കച്ചവടത്തിലെങ്കിലും ഒരു മത്സരം ഉണ്ടാവും. കച്ചവടത്തിൽ മത്സരമുണ്ട്, കഴിവുകളിൽ മത്സരമുണ്ട്, സൗന്ദര്യത്തിൽ മത്സരമുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും മത്സര ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സ്വഭാവം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിലാണ് മത്സരം നടക്കുന്നത്. മത്സരം നന്മയ്ക്ക് വേണ്ടിയാണ്, തിന്മയ്ക്ക് വേണ്ടിയല്ല. നാം ഈ പറഞ്ഞ ഒരു മത്സരവുമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വാക്യം വന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആരാ സഹായിക്കാനുള്ളത്? ആ സമയത്തെ ഹബീബായ മുത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ ചോദ്യം വരേണ്ട താമസം ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് തന്റെ വീട്ടിലേക്ക് ഓടുകയാ. ആ സമയത്ത് ഉമറിന്റെ മനസ്സിൽ ഓടുമ്പോഴുമുള്ള ചിന്ത എന്താണെന്നറിയോ? ഏത് സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സദഖയുടെ കാര്യം ചോദിച്ചാലും, ഏറെ കൊടുത്തിട്ട് ഒന്നാമനാകണമെന്ന് താൻ ആഗ്രഹിച്ചാലും, ആ സമയത്തെല്ലാം തന്നെ പരാജയപ്പെടുത്തി അബൂബക്കർ ഒന്നാമനാവാറുണ്ട്. എല്ലാ മത്സരത്തിലും എന്താ പരാജയപ്പെടലാ പതിവുള്ളത്. എത്രാമത് ഒന്നാമത് വരണമെന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം അബൂബക്കറെ തട്ടിയെടുക്കലാ പതിവ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇന്നെങ്കിലും എനിക്ക് ഒന്നാമനാകണമെന്ന ആഗ്രഹത്തോട് ഉമർ റളിയല്ലാഹു തആല തന്റെ വീട്ടിലോട്ട് ചെല്ലുകയാ. ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സമ്പത്തുകളും എടുത്തൊരുമിച്ച് കൂട്ടിവെക്ക്. എല്ലാ സമ്പത്തുകളും, എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഒരുമിച്ച് കൂട്ടു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല ഇതിനെ നേർപകുതിയായിട്ട് പതിക്കുകയാ. ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കാൻ പാടില്ല, ഇന്ന് ഒന്നാമതെത്തുന്നത് ഞാനായിരിക്കണം. ആകെയുള്ള സമ്പത്തിനെ രണ്ടായി ഭാഗിച്ചു. ഒരു പകുതി ഭാര്യയോട് പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ചെലവിന് വേണ്ടി മാറ്റിവെക്കുക. രണ്ടാമത്തെ പകുതിയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ ചാരത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു ആവശ്യം പറഞ്ഞപ്പോ ഞാനിതാ കൊണ്ടുവന്ന് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മറേ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ മാറ്റിയത്? ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, അല്ലാഹു എനിക്ക് തന്ന സമ്പത്ത് രണ്ടായി ഞാൻ നേർപകുതിയാക്കി. ഒരു പകുതി എന്റെ കുടുംബത്തിനും അതിന്റെ നേർപകുതി ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരുന്നു നബിയേ. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചതിന്റെ അർദ്ധ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊന്നുവിട്ടിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുകയാ. ഇനി എന്നെ അബൂബക്കർ തോൽപ്പിക്കില്ല. എങ്ങനെയാ അബൂബക്കർ ഇതിൽ കൂടുതൽ എങ്ങനെയാ കൊടുക്കുക? താൻ കൊടുത്തത്
ഞാനാണ് ഇന്ന് ജയിച്ചത് എന്ന ആഗ്രഹത്തോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിയുടെ ചാരത്ത് ഇന്ന് തന്നെ ആര് തോൽപ്പിക്കില്ല, ഈ മത്സരത്തിൽ താൻ ജയിച്ചു എന്ന ആഗ്രഹത്തോടെ നിൽക്കുമ്പോഴാ അതാ മറുഭാഗത്ത് നിന്നൊരു മനുഷ്യൻ മടന്നു വരുന്നുണ്ട്. ആ മനുഷ്യന്റെ തലയിലതാ വെള്ളം കോകുന്ന തോൽപാത്രവൻ തലയിൽ വെച്ച് ഒരു ഈത്തപ്പന മരത്തിന്റെ പായി നിന്റെ കച്ചത്തിൽ മടക്കി വെച്ച് കയ്യിൽ കുറെ ഈത്തപ്പന മരത്തിന്റെ കരങ്ങളുമായി കുരുക്കൾ കൊണ്ട് നിറച്ച ചെറിയൊരു തലയണയുമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തലയിൽ വെള്ളം കോരുന്ന ഈത്തപ്പഴത്തിന്റെ ഏതോ ഒരു ചെറിയ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു തോൽപാത്രവും ഇടത്തെ കയ്യിൽ പാതി കീറിപ്പോയ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ പായയും കച്ചത്തിൽ വെച്ച് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് യാ റസൂലല്ലാഹ് അങ്ങ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ തരാൻ എന്റെ കയ്യിൽ ഇതാണ് നബിയെ ഉള്ളത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറേ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താ ബാക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്താണ് മറുപടി വന്നത്, അല്ലാഹുവിന്റെ തിരുദൂതരെ എന്റെ വീട്ടിൽ ഞാൻ മുഴുവനും പരതി നോക്കിയപ്പോ ഈ വെള്ളം കോരുന്ന തോൽപാത്രവും ഈ കിടന്നുറങ്ങുന്ന പായല്ലാതെ മൂന്നാമതൊരു സമ്പത്ത് എന്റെ വീട്ടിലില്ല നബിയെ. അത് മുഴുവനും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ്. എന്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അല്ലാഹു വറസൂലുഹു അല്ലാഹു വറസൂലുഹു അല്ലാഹു വറസൂലുഹു അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ എന്റെ കുടുംബത്തിന് പിന്നെ ആരുമില്ല നബിയേ. ഇതല്ലാതെ ഞാനൊന്ന് ബാക്കി വെച്ചിട്ടില്ല നബിയേ. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞത്. അബൂബക്കറേ അബൂബക്കറേ നിന്നെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല അബൂബക്കറേ. ഈ മത്സരത്തിലും വിജയിച്ചത് നീയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുത്തു 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 അവസാനം ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? ഒരു മാസം 40,000 സ്വർണ്ണ നാണയം വരുമാനമുള്ള മക്ക കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു കൊടുത്ത അവസാനം സ്വന്തം വീട്ടില് വെള്ളം കോരുന്ന തോൽപാത്രം പോലും കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഈ മത്സരത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക, നല്ലതിന് വേണ്ടി മത്സരിക്കുക, തിന്മയ്ക്ക് വേണ്ടിയുള്ള മത്സരമല്ല. ഈ തിന്മയ്ക്ക് വേണ്ടി, കൊലപാതകത്തിന് വേണ്ടി, കള്ളത്തിന് വേണ്ടി, പലിശക്ക് വേണ്ടി, പെണ്ണിന് വേണ്ടി, കള്ളിന് വേണ്ടിയുള്ള മത്സരം, ഈ ദുനിയാവിന് വേണ്ടിയുള്ള മത്സരം, ആ മത്സരം തിന്മയ്ക്കുള്ള മത്സരമാണ്. അതിലേക്ക് പോകല്ലേ മക്കളെ, അതിലേക്ക് പോകല്ലേ ചെറുപ്പക്കാരാ. ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. മത്സരിക്കുക നന്മയ്ക്ക് വേണ്ടി, എന്നിട്ടൊന്നാമനാവാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും ഒന്നാമതെത്തിക്കട്ടെ. അല്ലാഹു നമ്മളെ ഒന്നാമതെത്തിക്കട്ടെ. ഈ നന്മയുടെ മത്സരം, ഇതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന. അങ്ങനെ മത്സരിക്കാൻ കഴിയണമെങ്കിൽ മത്സരിക്കുന്നവർക്ക് ചില യോഗ്യത വേണം. എല്ലാവർക്കും മത്സരിക്കാൻ പറ്റൂല. പറ്റുമോ? മത്സരിക്കാൻ എല്ലാവർക്കും യോഗ്യത കിട്ടും. എന്നാ പിന്നെ ലോകകപ്പ് എല്ലാ ടീമും കയറണ്ടേ? അപ്പൊ എല്ലാവർക്കും യോഗ്യത കിട്ടൂല. യോഗ്യത കിട്ടണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ മത്സരാർത്ഥി യോഗ്യത കിട്ടണം. MBBS എഴുതണമെങ്കിൽ, എഞ്ചിനീയറിംഗിന് കയറണമെങ്കിൽ എൻട്രൻസ് പാസ്സാവണം. അപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുക, നന്മയുടെ കാര്യത്തിൽ മത്സരിക്കാൻ കഴിയണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ വേണം. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ ഖുർആനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മത്സരിക്കാനുള്ള യോഗ്യത ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നിന്ന് നേടി നമ്മുടെ സദസ്സ് പിരിയുമ്പോൾ നമ്മുടെ സദസ്സ് ഏറ്റവും നല്ല സദസ്സായി മാറും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതാ ഒന്ന്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീനഹും മിന ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുമിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ
വല്ലദീന യുഅ്തൂന മാ തൗബ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. സദഖല്ലാഹു മൗലാനൽ അലീം. അല്ലാഹുവിന്റെ ഖുർആൻ 3 യോഗ്യതകൾ പറയുകയാണ് നന്മക്ക് വേണ്ടി മത്സരിക്കാൻ. അല്ലാഹു നമുക്ക് ആ യോഗ്യത നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിനെ കുറിച്ച് ഖശിയത്ത് ഉണ്ടാവുക, പടച്ച റബ്ബിനെ കുറിച്ച് വല്ലാത്ത പേടി ഉണ്ടാവുക. ഈ ദുനിയാവിന്റെ മാസ്മരീകതയിൽ മങ്ങിപ്പോയ തിന്മകൾക്ക് വേണ്ടി പടയോട്ടം നടത്തുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നന്മക്ക് വേണ്ടി മത്സരിക്കാൻ നമുക്ക് കഴിയണോ? ഏത് തിന്മ നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോഴും ആ തിന്മയിൽ നിന്ന് മാറി നന്മയുടെ ഭാഗത്തേക്ക് വഴിമാറി നടക്കാൻ, മദ്യം കാണുമ്പോൾ മദ്യപിക്കാതിരിക്കാൻ, പലിശ കാണുമ്പോൾ വാങ്ങിക്കാതിരിക്കാൻ, ചൂത് കാണുമ്പോൾ കളിക്കാതിരിക്കാൻ, ലോട്ടറി കാണുമ്പോൾ വാങ്ങിക്കാതിരിക്കാൻ, അന്യ പെണ്ണിനെ കാണുമ്പോൾ വ്യഭിചരിക്കാതിരിക്കാൻ, എല്ലാ തിന്മകളിൽ നിന്നും മാറി നന്മയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നിനക്ക് കഴിയേണ്ടതുണ്ടോ? അല്ലാഹു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയെ കുറിച്ചാ. ആ ഒരു യോഗ്യതയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അല്ലാഹു പറയുകയാണ്, തിന്മയുടെ അടുക്ക് ജാലികളിൽ നിന്ന് മാറി നന്മയുടെ ഭാഗത്തേക്ക് മാറി നിൽക്കാൻ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. ഏകനായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടാവുക, അല്ലാഹുവിനെ കുറിച്ചുള്ള ഖശിയത്ത് ഉണ്ടാവുക, അവനെ കുറിച്ചുള്ള പേടി, അവനെ കുറിച്ചുള്ള ഭയം, അവനെ കുറിച്ചുള്ള ആശങ്ക. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ മനസ്സ് വേവലാടി കൊള്ളുന്ന ഒരു വലിയ ചിന്താബന്ധുരമായ ഈമാൻ ഉണ്ടാവുക. 3 ഞാൻ ഒരൊറ്റ വാക്കിൽ പറയുകയാണ്. അല്ലാഹു പറയുകയാണ്, വല്ലദീന ഹും ബിറബ്ബിഹിം യുഅ്മിനൂൻ. ഏകനായ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായാൽ, അചഞ്ചലമായ ഈമാൻ ഉണ്ടായാൽ, അല്ലാഹു ആരെന്നറിഞ്ഞാൽ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായാൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന്, അവൻ നന്മ ചെയ്യാൻ വേണ്ടി മാത്രം പിറന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ആ യോഗ്യത നൽകട്ടെ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിനെ കുറിച്ച് ഖശിയത്ത് ഉണ്ടാവുക, പേടി, ഭയം. അതോടൊപ്പം തന്നെ വല്ലദീന ഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ. അല്ലാഹു നമുക്കിടെ കൺമുമ്പിൽ തന്ന തെളിവുകളിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവുക. 3 അതോടൊപ്പം തന്നെ വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ. അല്ലാഹുവിനോട് ഒരു കാര്യത്തെയും പങ്കു ചേർക്കാതെ ഇരിക്കുക. എല്ലാം റബ്ബിലേക്ക് അങ്ങ് അവലംബിച്ചാൽ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരേത് നന്മയിലേക്കും ഓടും, വഹും ലഹാ സാബിഖൂൻ. അവർ വിജയിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന്റെ 3 കാരണങ്ങൾ: 1 ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി; 2 അല്ലാഹുവിന്റെ ആയാത്തുകളിലുള്ള വിശ്വാസം, അല്ലാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതിലുള്ള വിശ്വാസം; 3 അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതിരിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിശ്വാസമില്ല അല്ലാഹുവിനെ കുറിച്ച്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? നമുക്ക് അല്ലാഹുവിന് വിശ്വാസം ഇല്ലേ? ഉണ്ട്. എന്ത് വിശ്വാസം? അള്ളയാണ് വലിയവൻ, അല്ലാഹു ആണ് എല്ലാം ചെയ്യുന്നവൻ, അവനറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും നമ്മൾ അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് വളരെ കമ്മിയാ. കാരണം എന്താ? നമ്മൾ വിചാരിച്ചത് രാജാവ് വേറെ ആരോ ആണെന്ന് നമ്മൾ വിചാരിച്ചു. യഥാർത്ഥത്തിൽ രാജാവാരാ? രാജാവാരാ? പ്രധാനമന്ത്രി ആരാ? ആളെ. പിന്നെ നീ എന്തിനാ പേടിക്കണത്? നീ എന്തിനാ? നിനക്ക് പേടി എന്തിനാ? ഇന്ത്യ ഭരിക്കുന്നവരാരാ? ഇന്ത്യ ഇപ്പൊ ഭരിക്കണ ഏതായാലും നരേന്ദ്രമോദിയാ. ലോകം ഭരിക്കുന്നതാരാ? ലോകം ഭരിക്കുന്നതാരാ? ലോകത്തിന്റെ ഗഡിയിലാ ഇന്ത്യ.
നീ എന്ത് പച്ചപ്പൊട്ടൻ, നീ എന്തിനാണടാ ഇങ്ങനെ കിടന്നിട്ട് എന്നത് 1 2 3 4 5 ഈ 5 ഒടുക്കത്തെ വർഷം എങ്ങനെ പോകുമല്ലാന്ന്? ലോകം ഭരിക്കുന്നവരാരാ? രാജാവാരാ? രാജാവല്ലയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഉത്തരാഞ്ചലിലെ യതീമക്കളെ മലപ്പുറത്ത് മണ്ണിന്റെ ഹൃദയത്തിന് നീറുറ പറ്റിയിട്ടില്ലാത്ത പാവപ്പെട്ടവരെ കൊണ്ടുവന്നപ്പോ മനുഷ്യക്കടത്തെന്നും പെൺവാണിഭമെന്ന് പറഞ്ഞും ഈ ചാനലിന്റെ മുകളിൽ പടയിരിക്കുന്ന കുറെ നപുംസകങ്ങൾ വറ്റിവരണ്ടിയപ്പെടും. മുസൽമാന്റെ മനസ്സിന് ഭീതിയില്ല. കാരണം അവൻ യതീമക്കളെ ഉത്തരാഞ്ചലിൽ നിന്ന് കൊണ്ടുവന്നത് നാളെ പരലോകത്ത് ഞാൻ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ആയിരക്കണക്കിന് അനാഥരായ യതീമീങ്ങളായ മക്കള് നിങ്ങളുടെ പരിസരത്ത് കിടക്കുമ്പോ ബീഹാറിലും ഉത്തരാഞ്ചലിലും പകൽപൂരിലുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഒട്ടകത്തിന്റെ ചാണകം നിന്നുന്ന ആഫ്രിക്കക്കാരെ പോലെ ആയിരക്കണക്കിന് യതീമീങ്ങൾ നിന്നപ്പോ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും നിങ്ങൾ കേരള മുസ്ലിമീങ്ങൾ മുന്നിൽ നിന്നപ്പോ എന്തേ അവരെ ഒന്ന് സഹായിച്ചില്ലെന്ന് പടച്ചറപ്പ് ചോദിച്ച ആ ചോദിക്കുന്ന പരലോകത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാണ് മുക്കമോ ഓർഫനേജിൽ യതീമക്കൾ വന്നത്. വയനാട്ടിലെ മുസ്ലിം ഓർഫനേജിൽ യതീമക്കൾ വന്നത്. ഞങ്ങൾ അവരെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തിനല്ല, അവരെ പെൺവാണിഭത്തിനല്ല. നാളെ ഹബീബായ മുത്തിന്റെ ചാരത്തിൽ നിന്ന് യതീമക്കളുടെ കണ്ണീരൊപ്പിയതിന് പ്രതിഫലം വാങ്ങിക്കാൻ ആ ആഗ്രഹത്തോടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ നപുംസകങ്ങളോ ചാനലിൽ ചടഞ്ഞിരിക്കുന്ന ഭൂതാവതാരങ്ങളോ 1000 വട്ടം ആവർത്തിച്ചിട്ട് വ്യഭിചാരത്തിന്റെ ചർച്ച നടത്തിയാലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ യതീമീങ്ങളോടുള്ള സ്നേഹം 10 മടങ്ങ് കൂടിയതെന്നല്ലാതെ. പക്ഷേ ഏഷ്യാനെറ്റിന്റെ മുകളിലിരിക്കുന്ന വേണുവടക്കമുള്ള ഏറ്റവും വലിയ ചാനലുകാരോട് 3 മാസം കഴിഞ്ഞിട്ട് ഈ ക്യാമറയുമായിട്ട് നിങ്ങൾ ഉത്തരാഞ്ചലിൽ പോകണം, ബീഹാറിൽ പോകണം, കൊട്ടിക്കോസിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വലിച്ചു വിട്ടിയ ആ തീവണ്ടി പോകിൽ കുത്തിക്കറിച്ച പാവപ്പെട്ട അനാഥ മക്കള്, മുക്കം യത്തീങ്ങാനയിൽ 3 നേരം ഭക്ഷണം കഴിക്കേണ്ട മക്കള്, ചെങ്കൽ ചൂളകളിൽ തീയുടെ അടുപ്പിന്റെ താഴെ ചുമടെടുക്കുന്നത് നിങ്ങൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. എങ്കിലേ നിങ്ങളുടെ ക്രൂരതയുടെ അധ്യായം പൂർത്തിയാവൂ. എന്തിനാ സഹോദരങ്ങളെ? എന്റെ സത്യവിശ്വാസികളോട് ഞാൻ ആത്തിച്ചു പറയുകയാ, രാജാവാരാ? രാജാവ് പടച്ച റബ്ബല്ലേ, അവനല്ലേ രാജാതിരാജനല്ലയല്ലേ? നമ്മളൊക്കെ രാജാവെന്ന് പലരെയും വിളിച്ചെങ്കിലും അവരൊന്നും രാജാവല്ലല്ലോ. നമ്മൾ ഇവിടെ പലരെ രാജാവെന്ന് വിളിച്ചെങ്കിലും അവരാരും രാജാവല്ലല്ലോ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഓ നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ. അല്ലാഹുവേ, രാജാക്കന്മാരുടെ രാജാവ് നീയാ. നീ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നീ അധികാരം കൊടുക്കും, അതുദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നീ പിടിച്ചു വാങ്ങും. 2 സീറ്റുള്ളവൻ 270 കൊടുത്തത് നീയാ, 270 കൊടുത്തതിന് 40 കൊടുക്കാത്തത് നീയാ. റബ്ബേ, അധികാരം നിന്റെ കയ്യിലാ. നിന്റെ കയ്യിലല്ല അധികാരമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി കസേരയിലിരുന്നിട്ട് ഒരു ദിവസം പോലും പാർലമെന്റ് മന്ദിരത്തെ പാർലമെന്റ് സമ്മേളനത്തെ അഭിമുഖീകരിക്കാൻ ഗോപിനാഥ് മുണ്ടേക്ക് കഴിഞ്ഞില്ലല്ലോ. അസ്രായേൽ കടന്നു വന്നപ്പോ നീ അധികാരിയാവാം, അധികാര സ്ഥാനത്ത് നീ ഇരിക്കണ്ടെന്ന് പടച്ചറപ്പ് തീരുമാനിച്ചപ്പോ ഒരൊറ്റ ദിവസം ഭരിക്കുന്നതിന് മുമ്പേ അധികാരി മണ്ണിന്റെ അടിയിലേക്ക് മറന്നു പോയെങ്കിൽ അള്ളാടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ രാജാവെന്ന് പലരെ വിളിച്ചാലും അവരാരും രാജാക്കന്മാരല്ലല്ലോ. ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോ ആ സമയത്ത് സ്വർണത്തിന്റെ കുതിരയുടെ മുകളിൽ കയറി പോകുമ്പോ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും സ്വർണത്തിന്റെ കൂമ്പാരം വെച്ച് റോഡരികിൽ കാത്തു നിൽക്കുന്നവർക്ക് സ്വർണ്ണ നാണയം വാരി എറിഞ്ഞിട്ട് പോയ ആളാണ് ഷാജഹാൻ ചക്രവർത്തി. പക്ഷേ ഷാജഹാൻ എവിടെ? ഡൽഹിയിലെ ആഗ്ര മ്യൂസിയത്തില്
നവരത്നങ്ങൾ പറിച്ച സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കുപ്പായം ഇപ്പോഴും കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പെണ്ണെവിടെ? പെങ്ങളെ, സ്വർണ്ണ നൂലുകൾ കൊണ്ടാക്കിയ കുപ്പായം ഒരു കേടുമില്ലാതെ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കുപ്പായത്തിന്റെ ഉടമയെവിടെ? അത് മുംതാസാണ്. മുംതാസ് എവിടെ? മുംതാസ് മണ്ണിന്റെ അടിയിലായി പോയി. പിന്നെ എന്ത് രാജാവ്? നമ്മൾ പറയും രാജാവ് നീണാൾ വാഴട്ടെ എന്ന്, എന്നാ ഒരു രാജാവ് നീണാൾ വാണിട്ടില്ല താനും. അപ്പൊ പിന്നെ അവര് രാജാവാണോ? എടാ, നമ്മൾ പറയും രാജാവ് മുഖ്യമന്ത്രി നീണാൾ വാഴട്ടെ, 5 വർഷം കഴിഞ്ഞാൽ താഴെ. രാജാവ് നീണാൾ വാഴട്ടെ എന്നാ ഏതെങ്കിലും രാജാവ് നീണാൾ വാണോ? വാണോ? ഇല്ല. ഇന്നും വാണരുളുന്നത് ഒരേ ഒരു രാജാവേ ഉള്ളൂ. ആ രാജാവാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. ആ ഇന്ന് നീണാൾ വാണ രാജാവ് ഒരാളേ ഉള്ളൂ. ആ രാജാവാണ് അല്ലാഹ്. ആ രാജാവാണ് അല്ലാഹ്. വഹഖഖതു മയ്യസി സിവാക ലിഫഖരിഹി വജഅതുക മുഹ്താദൻ ഫകൈഫ അദീഉ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ സഹോദരങ്ങൾ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇതേവരെ ഞാൻ എന്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് പരമദരിദ്രന്മാരോടാണ്. ഞാൻ ഇതേവരെ എന്റെ സങ്കടം പറഞ്ഞത്, എന്റെ പ്രയാസം പറഞ്ഞത്, എന്റെ ആകുലതകൾ പറഞ്ഞത്, എന്റെ രോഗത്തെ കുറിച്ച് കരഞ്ഞു പറഞ്ഞത്, ഇതേവരെ ഞാൻ പറഞ്ഞത് പരമദരിദ്രന്മാരോടാണ്. അല്ലാഹുവേ, ദരിദ്രന്മാർ എന്നെ എങ്ങനെയാണ് സഹായിക്കുക? ഇന്നിതാ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ സർവപ്രയാസങ്ങളും മാറണം. ഒരു നന്മയുടെ പക്ഷത്തേക്ക് നമ്മൾ മാറി നിൽക്കണം. എന്റെ ആവശ്യങ്ങളുമായി, എന്റെ പ്രയാസങ്ങളുമായി, എന്റെ കണ്ണുനീരുമായി ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഞാനിനി പാടാവുക? എങ്ങനെയാണ് ഞാനിനി പാടാവുക? ഞാൻ വന്നതെന്റെ പടച്ചറപ്പിന് മുമ്പിലല്ലയോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുക, എന്നാലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. പടച്ചറപ്പിന്റെ വിശ്വാസം വേണം, എന്നാലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാസർഗോഡ് വരെ പെരിന്തൽമണ്ണ വരെ തലയിൽ കിടക്കുന്ന തലപ്പാവടിച്ചിട്ട് ആ തലപ്പാവ് പള്ളിക്കോലായുടെ മുമ്പിൽ വിരിച്ചിട്ട് അതിൽ വീണ് കിട്ടുന്ന നാണയത്തുട്ടുകൊണ്ടാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് മദ്രസയുണ്ടാക്കി കൊടുത്തത്. അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചപ്പോഴാണ് RSSന്റെ മുഖപത്രമായ കേസരിയിൽ പിറ്റേ ദിവസം എഴുതിയത്. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരിച്ചു. പിറ്റേ ദിവസം കേസരിയിൽ RSSന്റെ മുഖപത്രമാ കേസരി. ആ കേസരി എഴുതിയത് എന്തെന്നറിയോ? വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി നിലച്ചു. വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധി നിലച്ചു. RSSന്റെ മുഖപത്രമാണ് എഴുതിയത്, ചന്ദ്രികയല്ല. ആരാ? അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡില് 10 ലക്ഷം കുട്ടികൾ ഇപ്പൊ രാവിലെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ആ 10 ലക്ഷം കുട്ടികള് മദ്രസ വിടാൻ നേരത്ത് 3 സലാത്ത് വെച്ച് ചെല്ലുമ്പോ എല്ലാ ദിവസവും രാവിലെ 30 ലക്ഷം സലാത്തിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങി കബല കിടക്കുന്ന മനുഷ്യനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കാരണം എന്താ? ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. നന്മക്ക് വേണ്ടിയുള്ള മത്സരമാണത്. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. ആർക്കാ പറയാൻ കഴിയുന്നത്? സമസ്തയുടെ മദ്രസയിൽ 10 ലക്ഷം കുട്ടികൾ മദ്രസ വിടാൻ നേരത്ത് 3 സലാത്ത് വെച്ച് എല്ലിയാൽ എത്രയായി? 30 ലക്ഷം സലാത്തായി. 30 ലക്ഷം സലാത്തും വാങ്ങിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. എവിടെയാ കിടക്കുന്നത്? എവിടെയാ കിടക്കുന്നത്? എവിടെയാ ഞങ്ങളുടെ നേതാവ് കിടക്കുന്നത്? എവിടെയാ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കാൽപ്പാടത്തിന്റെ നാട്. ഇവിടെ നിന്ന് ഹജ്ജിന് പോകുമ്പോ മങ്കൂസ് മൗലൂദ് ഓതിയിട്ടാണ് ബാഫഖി തങ്ങളുടെ യാത്രയാകുന്നത്. യാ സയ്യിദ് സാദാതി ജിതുക ഖസീദാ അർജൂ ഹിമക വലാ തുഖയ്യിബ് മഖ്സദി. യാ സയ്യിദ് സാദാതി ജിതുക ഖസീദാ അർജൂ ഹിമക വലാ തുഖയ്യിബ് മഖ്സദി.
നേതാക്കന്മാരുടെ നേതാവേ, അങ്ങയിൽ അഭയമർപ്പിച്ചിട്ട് ഞാൻ വരികയാണ്. ഇത് പാടിയവൻ പാടായിട്ടില്ല, ഇത് പാടിയിറങ്ങിയവൻ പടിതടച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇറങ്ങിപ്പോയി കൈബാലയത്തിന്റെ മത്താഫിലെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കവേ വിശുദ്ധമായ ഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നത്. ഹബീബായ മുത്തിന്റെ ഭാര്യയുടെ തൊട്ടുദാരത്ത് അന്ത്യവിശ്രമം ചെയ്ത മഹാനാണ് സയ്യിദുനാ അബ്ദുറഹ്മാൻ ബാഫഖി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് എന്താ കാര്യമേട? മദ്രസ സ്ഥാപിക്കൽ നിസ്സാരമല്ലല്ലോ. ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. ഒരു മദ്രസ സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ച ആളാ. ഒരു മദ്രസ സ്ഥാപിക്കാൻ 10 ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് ആ മനുഷ്യന്റെ കയ്യിന്റെ ബറക്കത്താ. ആ തലപ്പാവിന് വീണ നാണയത്തുട്ടിന്റെ ബറക്കത്താണ്. ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മദ്രസകൾ എന്തിനു വേണ്ടി? നാളെ മരിച്ചു കിടന്നാൽ ആ മദ്രസയുടെ മുറ്റത്തിരുന്ന് മദ്രസ വിടുമ്പോ 3 സലാത്തിലും ആർക്കതിന്റെ പ്രതിഫലം? ബാഫഖി തങ്ങൾക്കാണ്. അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നല്ലത് ചെയ്യണമെങ്കിൽ എന്തു വേണം? ആഖിറത്തെ കുറിച്ച് വിശ്വാസം വേണം. ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക, ചെയ്യുന്നെങ്കിൽ നന്മയെ ചെയ്യാവൂ. ദാറുൽ ഹുദയിലോട്ട് കയറുമ്പോൾ ആ കവാടത്തിന് മുമ്പിൽ വലിയൊരു ബോർഡ് കാണാം, യു വാപ്പൂട്ടി ഹാജി മെമ്മോറിയൽ ഹാൾ. ആരാ മനുഷ്യൻ? ആ നാട്ടിലെ വെറും കർഷകനായിരുന്നു. അദ്ദേഹത്തിന് തോന്നി കുറെ കുട്ടികൾക്ക് മുത്തലിമീങ്ങളായി പഠിക്കാൻ അവസരം വേണമെന്ന്. ആ മനുഷ്യൻ അവിടെ ഒരു ദറസ് ഉണ്ടാക്കി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ യു വാപ്പൂട്ടി ഹാജിയാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാത്ത ആളുകളിൽ. അള്ളാഹു നമ്മൾ അങ്ങനെയൊക്കെ ആക്കി തരട്ടെ. നന്മ ചെയ്യാൻ മനസ്സുണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. അള്ളാഹുവേ, നീ തന്നത് ഞാൻ കൊടുക്കുന്നു, നീ എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ വിനിയോഗിക്കുന്നു, ഇതിന് പ്രതിഫലം തരുന്നത് നീയാണ് അള്ളാഹുവേ എന്ന് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുമ്പോഴേ നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകും. അള്ളാഹുവിനോട് നമ്മുടെ പരാതികൾ പറയുക. പടച്ചവനെ, ഞാൻ പറഞ്ഞത് പരമദരിദ്രനോടാണ്. നമ്മൾ പരമദരിദ്രനോട് ചോദിച്ചാൽ കിട്ടുമോ? നാസറ, നിനക്കിപ്പോ 1000 രൂപ കടം വേണം, നീ പോയിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ പരമദരിദ്രനോട് ചോദിച്ചാൽ കിട്ടുമോ? ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ വേണം, പള്ളിയിലെ മുക്രിക്കാക്കാട് ചോദിച്ചാൽ കിട്ടുമോ? അല്ല, ഒരായുസ് ജോലി ചെയ്താലും. അപ്പോ നിനക്ക് 1 ലക്ഷം രൂപ വേണമെങ്കിൽ നീ ആരോട് ചോദിക്കണം? ഉള്ളവനോട് വേണ്ട ചോദിക്കാൻ. അപ്പൊ ഉള്ളവനാരാ? രാജാവാരാ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഓ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആശ്രിതരാണ്. പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ആശ്രിതരാണ്. അല്ലാഹു ആണെങ്കിലോ വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു നിരാശ്രയനാ. അവൻ ആരോടും ആശ്രയത്തിന്റെ കാര്യമില്ല. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ചോദിക്കുക. ഓ റബ്ബിനോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ ആവലാടുകൾ, നിങ്ങളുടെ വേവലാടുകൾ അല്ലാഹുവിലേക്ക് അർപ്പിച്ച് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക. എങ്കിലേ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനോട് പറയുക. അപ്പോഴും നമ്മൾ പറയാതെ ഞാൻ പറഞ്ഞ അല്ലാഹു കേൾക്കൂല. പ്രശ്നം എന്താ? പെണ്ണുങ്ങൾ പറയോ, ഞാൻ പറഞ്ഞ അല്ലാഹു കേൾക്കൂല, അല്ലാഹുട്ടൊന്നും തരൂല്ല. അതൊരു വിവാദത്തിൽ ശരിയാ. നീ ചോദിച്ചാൽ അല്ലാഹു ഒന്നും തരൂല. കാരണം 7:30 മുതൽ 9:30 വരെ മറ്റേത് കണ്ടിട്ടാണ് നീ ചോദിക്കാൻ നിസ്കാരപ്പായിൽ കയറണത്. 7:30 മുതൽ 9:30 വരെ മറ്റേ അത് കണ്ടിട്ടാണ് പിന്നെ നീ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കണം. അപ്പൊ പിന്നെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ചില പെണ്ണുങ്ങളൊക്കെ സീരിയലിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കണ കാണാം, തസ്ബീഹ്മാല കൈ ഇരിക്കണതും കാണാം. അതിന്റെ മണി ഇങ്ങനെ മറിയുന്നുണ്ടാവും, കണ്ണിങ്ങനെ ഉണ്ടാവും. ഇതിന്റെ മണി മറിയണതിന് നല്ല തടസ്സം ഉണ്ടാവും? ഒരു തടസ്സമില്ല. എന്നാ വാ വിളിച്ച് അന്തം വിട്ടിരിക്കണ പൊന്നു സഹോദരങ്ങളെ, അള്ളാനെ മനസ്സിലാക്കി. നമ്മൾ പറയുന്ന എന്താ? ഞാൻ പറഞ്ഞ അല്ലാഹ് കേൾക്കില്ല. എന്തുകൊണ്ട് കേൾക്കില്ല? നീ പറയുന്നത് എന്തുകൊണ്ട് അല്ലാഹു കേൾക്കില്ല? ആരാ അല്ലാഹ്? ആരാ?
യസ്മഉ ഹറകാത്തിൻ നംലതി അല സഹറത്തി സമ്മായി ഫിൽ ലൈലത്തിൽ അൽമാ. ആരാ അല്ലാഹ് ആരാ യസ്മഉ ഹറകാത്തിൻ നംലതി അല സഹറത്തി സമ്മായി ഫിൽ ലൈലത്തിൽ അൽമാ. അന്ധകാര നിബിഡമായ കൂരാകൂരിരുട്ടിന്റെ നടുവിൽ അല്ലാഹ് ആരാ അന്ധകാര നിബിഡമായ രാത്രിയിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോയ ഉറുമ്പിന്റെ ശബ്ദം പോലും കേട്ടവനാണല്ലോ. അല്ല എന്തേ നിന്നെ കേൾക്കുകയില്ല? എന്തേ നിന്നെ അവരാളി കേൾക്കില്ല? ആരും കടന്നു വരാത്ത തിരമാലകളുടെ ഉള്ളിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബി നിലവിളിച്ചപ്പോ ആ യൂനുസ് നബിയുടെ നിലവിളി കേട്ടതാരാ? കേട്ടതൊരാള് മാത്രമാണ്, അല്ലാഹ്. ഇന്നും ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ പോയാൽ ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിന്റെ കടൽ ഭാഗത്ത് കടലിന്റെ ഒരൽപഭാഗം മുമ്പോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് മസ്ജിദ് യൂനുസ്. അവിടെയാണ് തിമിംഗലൻ യൂനുസ് നബിയെ വെളിയിലാക്കിയത്. 40 ദിവസം വയറ്റിനുള്ളിൽ കിടന്ന യൂനുസിനെ രക്ഷിച്ചതാരാ? അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങള്, എല്ലാം അറിയുന്ന, എല്ലാം തരുന്ന, എല്ലാം നമുക്ക് തരുന്ന അല്ലാഹ്ക്ക് വേണ്ടി ജീവിതമർപ്പിച്ചാൽ, അവന് വേണ്ടി നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു മുഖിർ റളിയല്ലാഹു തആല അൻഹു എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു മുഖിർ റളിയല്ലാഹു തആല അൻഹു, നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു വലിയ ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹമെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദാവണം, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ഷഹീദാവണം. ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട് ഷഹീദാവാൻ കഴിഞ്ഞില്ല. അവസാന ഷഹീദാകണമെന്ന ആഗ്രഹത്തോട് നുഅ്മാൻ റളിയല്ലാഹു തആല യുദ്ധത്തിന് പോവുകയാണ്. അവസാന യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നുഅ്മാൻ റളിയല്ലാഹു തആല ദുആ ചെയ്യുകയാണ്. സഹാബത്ത് മുഴുവനും പുറകിൽ നിന്നു. നുഅ്മാൻ റളിയല്ലാഹു തആല ദുആ ചെയ്തു, അല്ലാഹുവേ 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 اللهم اجعل النعمان أول شهيد اليوم. അല്ലാഹുവേ ഈ നുഅ്മാനെ, അല്ലാഹുവേ ഇന്ന് യുദ്ധഭൂമിയിൽ ഷഹീദാകുമ്പോ ഈ നുഅ്മാനിനെ നീ ആദ്യത്തെ ഷഹീദാക്കണേ അല്ലാഹ്. എന്റെ പൊന്ന് ചെറുപ്പക്കാരാ, ചോദിച്ചു വാങ്ങിയതല്ലേ? അല്ലാഹുവേ ഈ രണഭൂമിയിലെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടുമ്പോ ആദ്യം മുറിക്കപ്പെടുന്നത് എന്റെ കൈയായിരിക്കണം, ആദ്യം വെട്ടുന്നത് എന്റെ കാലായിരിക്കണം. സഹാബത്ത് ആമീൻ പറഞ്ഞില്ല. നുഅ്മാനെ, നിങ്ങൾ എന്താണ് പറയുന്നത്? യുദ്ധനായകനായ നിങ്ങൾ ഷഹീദായാൽ പിന്നെ ഇസ്ലാമിക സൈന്യം അനാധീനമാവില്ലേ? ഇല്ല ഇല്ല, ആമീൻ പറയില്ലെന്ന് പറയുമ്പോ നുഅ്മാൻ റളിയല്ലാഹു തആല തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സഹാബ അമ്മിനൂ റഹ്മക്കുമുല്ലാഹ്, അമ്മിനൂ റഹ്മക്കുമുല്ലാഹ്. നിങ്ങളൊന്ന് ആമീൻ പറയ്, നിങ്ങളൊന്ന് ആമീൻ പറയ്. അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. നുഅ്മാന്റെ ആഗ്രഹം എന്താ? ഒന്നാമതെത്തണം, ആദ്യത്തെ ഷഹീദ് ഞാനാവണം, ഒന്നാമതെത്തുന്നത് ഞാനാവണം. പലപ്പോഴും ജീവിതത്തിൽ ഒന്നാമതെത്താൻ ഓടിയിട്ട് പാതിവടിയിൽ പരാജയപ്പെട്ടു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹാബത്ത് ഒന്നടങ്കം ആമീൻ പറഞ്ഞു. നുഅ്മാൻ റളിയല്ലാഹു തആല യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ശരീരം മുഴുവനും 90 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. നുഅയ്മ റളിയല്ലാഹു അൻഹു നുഅ്മാന്റെ സഹോദരനാ. ഓടിച്ചെന്ന് നോക്കുമ്പോ തന്റെ സഹോദരന്റെ കൈ വെട്ടി താഴെയിട്ടിരിക്കുകയാണ്. 2 കൈ ഇങ്ങനെ വെട്ടിക്കിടക്കുമ്പോ ഇസ്ലാമിന്റെ പതാക താഴെ പോകാതെ കാലുകൊണ്ട് ചേർത്ത് വെച്ചിരിക്കുകയാ. നുഅയ്മ എന്ന സഹോദരൻ ഓടി വന്ന് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിക്കുമ്പോ നുഅ്മാൻ പറഞ്ഞു, വേണ്ട നുഅയ്മ, ഇസ്ലാമിന്റെ പതാക മണ്ണിൽ വീടരുത്. ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്തതാണ് ആദ്യ ഷഹീദാകണമെന്ന്. തന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് പതാകയും എടുത്തുകൊണ്ട് നുഅയ്മ ഓടി പോകവേ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. നുഅയ്മ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോ രടക്കങ്കലത്ത് കിടന്ന് നുഅ്മാൻ ഇബ്നു മുഖിറിൽ പടയുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നുഅയ്മ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോ നുഅ്മാൻ റളിയല്ലാഹു തആല ആ പടക്കളത്തിൽ ഷഹീദായി. ഒന്നാമതെത്തിയില്ലേ സഹോദരങ്ങളെ?
ഒന്നാമതെത്തിയില്ലേ സഹോദരങ്ങളെ, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക. മദീനത്തെ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ട ഫക്കീർ ഈ പള്ളിയിലുണ്ട്, ആരാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക? മദീനത്തെ പള്ളിയുടെ കാര്യം പറയണോ? ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുകയാണ്, ആരും മിണ്ടിയില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മറുനാട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരാള് പോലും മിണ്ടിയില്ല. കാരണം എന്താ? ഒരാളുടെ വീട്ടിൽ പോലും അന്ന് അവനവര് തന്നെ കഴിക്കാനുള്ള ഭക്ഷണമില്ല. അവനവന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലില്ല. പിന്നെ എങ്ങനെയാണ് വിരുന്നുകാരനെ കൊണ്ടുപോവുക? ആരോട് ചോദിച്ചിട്ടും എഴുന്നേക്കാതെ വന്നപ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്റെ നേരെ നോക്കി ചോദിച്ചു, അബൂ തൽഹ. അബൂ തൽഹയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പ്രിയമുള്ളവൻ. ചോദിച്ചിട്ട് ആരും എഴുന്നേറ്റില്ല. അബൂ തൽഹ പറയുകയാണ്, ഒരാള് പോലും വന്ന് എഴുന്നേറ്റില്ല. കൊടുക്കാനില്ലാഞ്ഞിട്ടാണ്, കൊടുക്കാൻ വീട്ടിലില്ലാഞ്ഞിട്ടാണ്. നന്മയുടെ മത്സരത്തിന്റെ കഥ. ഹബീബായ മുത്തന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ അനയാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോയിക്കോളാം നബിയേ. അബൂ തൽഹ കൊണ്ടുപോയി. അബൂ തൽഹ കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിച്ചു, എന്താണിത്? നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും വീട്ടിലില്ലെന്നറിയാമെന്നിരിക്കെ മറ്റൊരാളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നതെന്തിനാ? ഇവിടെയാണ് ചരിത്രം പിറന്നത്. ഈ നന്മയുടെ മത്സരത്തിനാണ് ചരിത്രം പിറന്നത്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആരാ ഉമ്മു സലമ? ആരാ ഉമ്മു സലമ? ആരാണ് പെങ്ങള്? മാഹിലെയും ചൊക്ലിയിലെയും പെണ്ണിനെ പോലെയല്ല, നിന്നെ പോലെയുള്ള പെണ്ണിനെ പോലെയല്ല. ആ പെണ്ണ് മത്സരിക്കാൻ വന്ന പെണ്ണാ. എല്ലാവരും ദുനിയാവ് വാരി കോരി വെച്ച് സൂക്ഷിച്ചപ്പോ ഹബീബായ നബിയുടെ മുത്തിന്റെ വിയർപ്പെടുത്ത് കുപ്പിയിൽ വെച്ച് അത് ബറക്കത്തിന് വേണ്ടി ശേഖരിച്ചു വെച്ചു ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ. എന്താണ് കൂട്ടി വെക്കേണ്ടത്? ഉമ്മു സലമയ്ക്ക് അറിയാം. ഹബീബായ മുത്തിന്റെ വേർപ്പ് കുപ്പിയിൽ വെച്ചിട്ട് സൂക്ഷിച്ച ആളാ ഉമ്മു സലമ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ. ആ ഉമ്മു സലമയും മകനായ അനസുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. നന്മയ്ക്ക് വേണ്ടി മത്സരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത് ഞാൻ പറയാം, അവസാനിക്കാതോടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. വായന എന്ന് പറയുന്നൊരു വലിയ ലോകമാണ്. എല്ലാം വായിക്കും, എല്ലാം വായിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞ? ഉമ്മു സലമ. സഹോദരിമാരൊന്നും ഉമ്മു സലമയാകും, സഹോദരങ്ങളൊന്നും അബൂ തൽഹയാകും. എന്താ അതിന്റെ കഥ? അബൂ തൽഹ റളിയല്ലാഹു തആല വീട്ടിലെത്തി. ഉമ്മു സലമ റളിയല്ലാഹു തആല മകൻ അനസാണ്. അനസ് റളിയല്ലാഹു തആല അവനെ കഴിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊരു ഭക്ഷണം ബാക്കിയില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു സലമ റളിയല്ലാഹു തആല പറഞ്ഞത്. ഉമ്മു സലമ റളിയല്ലാഹു തആല പറഞ്ഞത്, നമ്മുടെ ഭക്ഷണം മുമ്പിലെടുത്തു വെച്ചിട്ട് മകനായ അനസിനോട് പറഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് അണക്കാം, അതിഥി വന്നിരുന്ന് കഴിക്കട്ടെ, നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുക. വെളിച്ചമില്ലാത്തത് കൊണ്ട് നമ്മൾ കഴിക്കാത്തതവരറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പാതിരാത്രി മദീനത്തിന്റെ ഒരു വീട് ഉള്ള ഭക്ഷണം അതിഥിയുടെ മുമ്പിൽ വിളമ്പി വെച്ചു. ലൈറ്റ് ഊതിക്കെടുത്തി. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കുഞ്ഞുമോനും പട്ടിണിയിലുണ്ട്. അതിഥി വഴിവരവരെ വാരി തിന്നുകയാണ്. അവസാനം അൽഹംദുലില്ലാഹ് വയറ് നിറഞ്ഞിട്ട് അതിഥി ശുക്രിന്റെ പദം പറഞ്ഞപ്പോ വിളക്ക് കൊളുത്തി. അവര് 3 പേരും മുടുപട്ടിണിയിലാണ്. വയറ് നിറഞ്ഞ അതിഥി വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പാതിരാ സമയത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പൊന്നുമോൻ അനസ് പോലും ചോദിച്ചില്ല, ഉപ്പ
എന്തിനാണ് എനിക്ക് പോലും തരാട് ഒരടിക്ക് കൊടുത്തതെന്തിനെന്ന് ചോദിച്ചില്ല. ഇതാണ് ഇന്നല്ലദീന സബഖത്തുലഹും മിനൽ ഹുസ്നാ. ഇതാണ് നന്മക്ക് വേണ്ടിയുള്ള മത്സരം. രാവിലെ സുബഹിക്ക് പള്ളിയിലെത്തി, സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ തൽഹ എവിടെ? അനയാ റസൂലല്ലാഹ്. അബൂ തൽഹ, ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ നടന്ന സംസ്കാരം അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. എന്താ നബിയെ പറയുന്നത്? അതേ അബൂ തൽഹ, ഇന്ന് മുമ്പിൽ ഒരാൾ വന്നിട്ട് നീ നിന്റെ ഭാര്യയും നിന്റെ മകനും പട്ടിണി കിടന്നിട്ട് അയാൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തപ്പോ പട്ടിണി കാരണത്താൽ ഉറങ്ങാതെ നിങ്ങൾ ആ വീട്ടിൽ കിടക്കുന്നത് കാണാൻ ആകാശലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഇന്നലെ രാത്രി നിന്റെ വീട് സന്ദർശിച്ച അബൂ തൽഹ. എന്ന് മാത്രമല്ല, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. തങ്ങളുടെ ആവശ്യങ്ങളുള്ളതോടുകൂടെ തന്നെ ഈമാനിന് വേണ്ടി തങ്ങളുടെ വീടുകൾ ഒരുക്കി വെക്കുന്നവരെന്ന് ആ വീട്ടുകാരെ കുറിച്ച് ആയത്തിറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തനിക്ക് കഴിക്കാനുള്ളത് പോലും വാപ്പയും ഉമ്മയും മറ്റൊരുത്തിന് കൊടുത്തപ്പോ സന്തോഷത്തോടെ സ്വീകരിച്ച അനസാണ്. ആ അനസ് റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അനസിന്റെ തലമുറയിൽ വന്നവരെല്ലാം ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായി. ആ കുടുംബം മുഴുവനും പിന്നെ ഖുർആന്റെ കുടുംബമായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ അതുപോലൊരു അവസരമാണ്. ധാരാളം സാമ്പത്തിക മാന്യം നമ്മുടെ ഇടയിലുണ്ട്. റബ്ബറിന്റെ വലയിടിവ്, ഗൾഫിന്റെ തകർച്ച, റിയൽ എസ്റ്റേറ്റിന്റെ തകർച്ച, ധാരാളം പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും ഞാൻ ഒരേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. വടകര മുതൽ പെരിന്തൽമണ്ണ വരെ തന്റെ തലയിൽ കെട്ടിവെച്ച തലപ്പാവടിച്ചിട്ട് അത് പള്ളിക്കോലായിൽ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ നാണയത്തൊട്ടുകൊണ്ടാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് മദ്രസ പണിതത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ ബാഫഖി തങ്ങൾ മക്കയിലെ ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്യപ്പെടാൻ ആ മഹാമനുഷ്യന് ഭാഗ്യം ലഭിക്കുന്നെങ്കിൽ ഇന്ന് സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന 10 ലക്ഷത്തോളം കുട്ടികൾ മദ്രസ വിടുന്ന സമയത്ത് 3 സലാത്ത് വെച്ച് ചെല്ലുമ്പോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 30 ലക്ഷം സലാത്ത് ചൊല്ലി ഖബറിന്റെ ഉള്ളിൽ ആസ്വദിക്കാൻ മദ്രസയ്ക്ക് വേണ്ടി തലപ്പാവിലെ നാണയത്തൊട്ട് മേടിച്ച ഒരു മഹാമനുഷ്യന് കഴിഞ്ഞുവെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം തരണേ തമ്പുരാനെ. ഈ അവസാന ഭാഗം പറയുന്നതിന് മുമ്പ് ഈ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നാളെ ഞാൻ മരിച്ചാലും ഈ പുല്ലാശ്ശേരിയിലെ മദ്രസയിൽ രാവിലെയും വൈകുന്നേരവും 100 കണക്കിന് കുട്ടികൾ സലാത്ത് ഓതുമ്പോ ഖബറിൽ കിടന്ന് സലാത്ത് കേൾക്കാൻ, ഖബറിൽ കിടന്ന് സലാത്ത് കേൾക്കാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ കൊടുത്ത സദഖ പകരം എന്റെ മക്കൾ ഹാഫിളീങ്ങളാവാൻ, എന്റെ മക്കൾ ഹാഫിളീങ്ങളുടെ കുടുംബമാകാൻ ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെ പുല്ലാശ്ശേരി മദ്രസയിൽ സലാത്ത് ചൊല്ലുമ്പോ ലക്ഷക്കണക്കിന് സലാത്ത് എന്റെ ഖബറിന്റെ ഉള്ളിൽ നിഷ്കളങ്കരായ കുട്ടികൾ ചൊല്ലുമ്പോ അതിന്റെ പ്രതിഫലമെന്ന് കിട്ടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ദിവസം മുമ്പ് കാസർഗോഡ് സ്വദേശിയായ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സഹോദരൻ മരിച്ചു. അബ്ദുൽ അസീസ് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? 34 വയസ്സുകാരൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ ആദ്യത്തെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലാ. കാസർഗോഡ് ചെറിയൊരു ബേക്കറി നടക്കുന്ന അബ്ദുൽ അസീസ് തലേ ദിവസം കൂട്ടുകാരോട് പറഞ്ഞു, നാളെ എന്റെ ഭാര്യ പ്രസവിക്കുകയാ, ആൺകുഞ്ഞാണെന്നാ എനിക്ക് തോന്നുക, കൊടുക്കാൻ മിഠായി എല്ലാം വാങ്ങിച്ചു വെച്ചു. പിറ്റേ ദിവസം 11:30 മണിക്ക് ലേബർ റൂമിൽ കരച്ചിൽ കേൾക്കുകയാ. അബ്ദുൽ അസീസിന്റെ ആദ്യത്തെ കടിഞ്ഞൂൽ സന്താനത്തെ കാണാനുള്ള ആഗ്രഹത്തോട് അദ്ദേഹം ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാ. മനസ്സ് മുഴുവന് സന്തോഷത്താൽ പൊട്ടിക്കിളിക്കുകയാ. ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. പ്രിയപ്പെട്ട പൊന്നുമോനെ നേഴ്സ് വന്ന് കയ്യിലേക്ക് കൊടുക്കുമ്പോ അബ്ദുൽ അസീസ് എന്ന ചെറുപ്പക്കാരൻ 2 കൈ കൊണ്ട് എന്റെ കൺമണിയെ കയ്യിലേറ്റി വാങ്ങിച്ചിട്ട് ആ പൊന്നുമോളുടെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാ. അല്ലാഹു അക്ബർ അല്ലാഹു
അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആദ്യമായി തന്റെ പൊന്നുമോളുടെ മുഖം കണ്ട മാത്രമേ വലത് ചെവിയിലേക്ക് ബാങ്ക് കൊടുത്തു. അവസാനം ബാങ്ക് അവസാനിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് അവസാനിച്ചു. വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്ത് അവസാനിച്ചു. അബ്ദുൽ അസീസ് അടുത്ത് നിന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്റെ ശരീരം കുഴയുകയാണ്, എന്റെ ശരീരം തളരുകയാണ്, കാല് തളരുകയാണ്. ഉമ്മ കുഞ്ഞിനെ പിടിച്ചുകൊള്ളുക. കുഞ്ഞിനെ കയ്യിലോട്ട് കൊടുത്തു. അബ്ദുൽ അസീസിനെ നെറ്റിത്തടം വിയർത്തു. കുഴഞ്ഞ് താഴോട്ട് വീണു. ഡോക്ടർമാരോടി വരുമ്പോ അബ്ദുൽ അസീസ് ഹൃദയസ്തംഭനം വന്ന് മരിച്ചുപോയി. ആദ്യത്തെ കൺമണിയെ വലത്തെ കയ്യിലെടുത്തിട്ട് വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കവേ അബ്ദുൽ അസീസ് എന്ന ചെറുപ്പക്കാരൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാഹു ആ ചെറുപ്പക്കാരന് പൊന്നുമോളെ സ്വർഗത്തിൽ കാണാൻ അവസരം കൊടുക്കട്ടെ. പൊന്നുമോനെ, ഇതല്ലേ നമ്മുടെ ജീവിതം. ഞാനൊരു ഹദീസ് നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? ഹബീബായ മുത്ത് പറഞ്ഞു, പടച്ചറബിന് ലജ്ജയാ, അല്ലാഹുവിന് ലജ്ജയാ. എന്തിനാണ് നബി അല്ലാഹുവിന് ലജ്ജ? തന്റെ അടിമ കരഞ്ഞിട്ടൊരു കാര്യം എന്നോട് പാതിരാത്രിയിൽ പറഞ്ഞാൽ ആ ചോദിച്ച കാര്യം കൊടുക്കാതെ പിന്മാറാൻ അല്ലാഹുവിന് ലജ്ജയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കരയണം, കരഞ്ഞിട്ട് അല്ലാഹുവോട് ചോദിക്കണം. വഹഖഖതു മയ്യസി സിവാകാരി ഫഖിരിഹി വജഇതുക മുഹ്താദൻ ഫകൈഫ അലീഉ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാണ്. അബ്ദുള്ള എന്ന സഹോദരൻ കരയണം. ഓരോരുത്തരും എന്തോ തെറ്റ് കരയണം. ഒന്നും ഓർക്കണ്ട, ഖബറിനെ ഓർത്താ മതി, മരണത്തെ ഓർത്താ മതി. ആദ്യം കണ്ട കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കാൻ പോലും വാപ്പയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെങ്ങനാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. എന്നിട്ട് കരയുക. അല്ലാഹുവിന് ലജ്ജയാണ് കരയുന്നവന്റെ ദുആയ തട്ടിക്കളയാന്. ഒരു നന്മ ചെയ്യണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ ഈമാനും. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു പറയുകയാണ്, വല്ലദീന യുഅതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ആർക്കാ നന്മയിലേക്ക് മുന്നേറാൻ അവസരം കിട്ടുക? വല്ലദീന യുഅതൂന മാ അതൗ വഖുലൂബുഹും വജിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതിനെ ഓർത്ത് പരിഭ്രാന്തിയോട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും അല്ലാഹുവിനെ കുറിച്ച് സദാ ഓർക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 5 ലയാലിൻ, 5 രാത്രികൾ, ലാ യുറദ്ദു ഫീഹി ദുആഉൻ. 5 രാത്രിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ തട്ടിക്കളയുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര രാത്രി? ഇനി ചെയ്യാനുള്ള കാര്യം ഇങ്ങോട്ട് നല്ലത് ചെയ്യണമെങ്കിൽ അല്ലാഹുവിലേക്ക് ഓടണം. അല്ലാഹുവിലേക്ക് ഓടണമെങ്കിൽ 5 രാത്രികൾ. എത്ര രാത്രികൾ? 5 രാത്രി. ഒന്നാമത്തെ ആ 5 രാത്രികളിൽ ലാ യുറദ്ദു ഫീഹി ദുആഉൻ. ഒരാൾ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കപ്പെടുമെന്ന്. ഒന്നാമത്തെ രാത്രി അവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബിന്റെ ആദ്യത്തെ രാത്രി. 5 എണ്ണി പഠിച്ചു. 1 റജബിന്റെ ആദ്യത്തെ രാത്രി. 2 വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാത്രി. ശഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്. നമ്മൾ പറഞ്ഞ ന്യായം എന്താ? ഫിഖിന്റെ കിതാബിൽ കണ്ടില്ല. പ്രാമാണികമാണ്. ഈ യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം നമ്മൾ തലമുറയിലൂടെ കടന്നു ആസാറുള്ള ഖുദമാ, കഴിഞ്ഞുപോയ മുൻഗാമികളുടെ ആസാറുകളെ നമ്മൾ കൈവിട്ടു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നിഷേധിക്കാൻ പറ്റൂല. ബറാത്തിന്റെ രാത്രിയിൽ 3 യാസീൻ ഓതിയൊക്കെ നമുക്കിപ്പോ വയ്യാണ്ടായി. നമുക്ക് അന്നത്തെ നോമ്പ് ഇപ്പൊ കിതാബിൽ ഇല്ലാതായി. നമുക്കിപ്പോ എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ ഇസ്ലാം ഇപ്പൊ സെന്റ് ജോർജിന്റെ കൊട മാതിരിയാണ്. 3 ആയിട്ട് മടക്കാം, 2 ആയിട്ട് മടക്കാം. മടക്കി കക്ഷത്തി വെച്ചിട്ട് സൗകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇസ്ലാമിനെ നമ്മളങ്ങ് കൊച്ചാക്കി.
നമുക്ക് സുന്നത്ത് നോമ്പും ഇല്ല. ഇനിയിപ്പോ റമദാൻ തന്നെ ഉണ്ടോ എന്നുള്ള ചർച്ചയിലാവുമ്പോൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ആധാറുകളല്ലാതെ പരമ്പരാഗതമായി നമ്മൾ തുടർന്നു വന്ന ഖലഫാക്കളുടെ സലഫുകളുടെ ഈ താബിഈങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പ്രകാശമല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ ജീവിതത്തിൽ ഒന്നുമില്ല. ശഅബാനിലെ നമുക്ക് പരമ്പരാഗതമായി എല്ലാ വ്യാവിലും 3 യാസീൻ ഓതിയ ശഅബാന്റെ രാത്രി എവിടെ പോയി പങ്ങള്? ശഅബാന്റെ രാവിലെ 3 യാസീൻ അത് മുഴുവന് യൂറോപ്പിന്റെ പേരും പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ നമ്മൾ കളഞ്ഞു പോയപ്പോ, നമ്മുടെ നഫീസത്തുമാരെ പോയപ്പോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയി. യൂസുഫ് നബി പറഞ്ഞതെന്താ? ഇത് ഹബൂബി ഖമീസി ഹാദാ, ഇത് ഹബൂബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി എന്റെ വാപ്പാന്റെ കണ്ണിലിട്ടുകൊടു. അൽകാഹു അലാ വജ്ഹിഹി ഫറതത ബസീറാ. ഇത് ഖുർആനല്ലേ, നിഷേധിക്കാൻ കഴിയുന്നവരെ നിഷേധിക്കട്ടെ. യൂസുഫ് നബി പറഞ്ഞത് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ വാപ്പാടെ മുഖത്ത് കൊണ്ടുപോയിട്, എന്നാൽ ഫറതത ബസീറാ, എന്റെ വാപ്പാടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്നല്ലേ പറഞ്ഞത്. എന്റെ ഈ കുപ്പായം കൊണ്ടുപോകാനാണ്, ഏതെങ്കിലും കുപ്പായമല്ല, ഏതെങ്കിലും കുപ്പായമല്ല. കമീസിഹാദ, എന്റെ ഈ കുപ്പായം. അതെന്താ ഈ കുപ്പായം? ഈ കുപ്പായം എന്റെ വാപ്പാടെ മുഖത്തിട്ടാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടും. ഇങ്ങോട്ട് നോക്കണം മോനെ, നിനക്കൊക്കെ ഇച്ചിലേക്ക് മറ്റേത് കയറാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുഹീദ്ദീൻ മാല ഓതി ഗൾഫിൽ പോകും, അവിടെ പോയാൽ പിന്നെ അത് ഓതണ്ടാന്ന് പറയും. ഇങ്ങോട്ട് നോക്ക്, നന്ദി കെട്ടവൻ. ഇവിടെ നിന്ന് അവൻ അറബിയുടെ ഖജനാവ് തുറക്കാൻ മുഹീദ്ദീൻ മാല ഓതിട്ടു. അവിടെ ചെല്ലുമ്പോ പിന്നെ ആരൊക്കെ അവന് ക്ലാസ് എടുക്കും, അവനത് വേണ്ടാന്ന് പറയും. ഇങ്ങോട്ട് നോക്ക്, നന്ദി ഇല്ലാത്ത നിനക്ക് ഏതള്ളയാടാ തരിക, നിത്താക്കാത്ത പിന്നെ എങ്ങനെ ഉണ്ടാവാതിരിക്കും? എനിക്ക് തോന്നണത് ഈ ഒരു ഗുരുത്തക്കേടാന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അല്ല, എന്നെ തുറച്ചു നോക്കട്ടെ. കൂടെ നോക്ക്, ഈ കുപ്പായം കൊണ്ടുപോയിട്. കാരണം എന്താ? ആ കുപ്പായം എന്ന് പറയാൻ പെണ്ണെ, ആ കുപ്പായത്തിന് പ്രത്യേകതയുണ്ട്. ആ കുപ്പായം യൂസുഫ് നബിയുടെ കുപ്പായമല്ല, ആ കുപ്പായം ഖമീസ് യാക്കൂബ് നബിയുടെ കുപ്പായമാ, വാപ്പ കൊടുത്ത കുപ്പായമാണ്. ആ കുപ്പായം യാക്കൂബ് നബിയുടെ കുപ്പായമല്ല, ആ കുപ്പായം ഖമീസ് ഇബ്രാഹിം, അത് ഇബ്രാഹിം നബിയുടെ കുപ്പായമാ. ഇബ്രാഹിം നബി യാക്കൂബ് നബിക്ക് കൊടുത്തടാ. ഇത് തലമുറ കൈമാറി വന്ന ബറക്കത്താണ്. ആ കുപ്പായം തന്നെ ഇബ്രാഹിം നബിയുടെ കുപ്പായമല്ല, ആ കുപ്പായ ഖമീസു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായമാ. നമ്രൂദിന്റെ തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബി വലിച്ചെറിയുമ്പോ ആ സമയത്ത് ജിബ്രീൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇബ്രാഹിം നബി കണിയിച്ചു കൊടുത്ത കുപ്പായമാണ്. ആ കുപ്പായ യാക്കൂബ് നബിക്ക് കിട്ടി, അത് മകനായ യൂസുഫിന് കിട്ടി. ഇത് അബൂബി ഖമീസി ഹാദാ, ഈ ബറക്കത്തുള്ള കുപ്പായം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായം എന്റെ ഉപ്പാന്റെ മുഖത്തിട്ടാൽ ഫറതത ബസീറാ, എന്റെ വാപ്പാടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്ന് എന്തേ തള്ളിക്കളഞ്ഞു? ഈ ബറക്കത്ത് കൊണ്ടല്ലാട്, ഈ സദസ്സിൽ തരുന്ന സദക്കയുടെ ഇവിടെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടല്ലാട്, ഈ ആധാർ കൊണ്ടല്ലാട് ഈ ഉമ്മത്തിന്റെ ഒരു രോഗവും മാറിയിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ബറാത്തിന്റെ രാവ് കളഞ്ഞു, മേറാജിന്റെ രാവ് കളഞ്ഞു. നമ്മളത് ഇന്ന് ഹദീസിലുണ്ടോ, ഫിഖിന്റെ കിതാബിലുണ്ടോ? വിവരം വെച്ചപ്പം വിവരമില്ലാത്തതായി 5 രാത്രിയിൽ ദുആ ചെയ്താൽ നിന്റെ കണ്ണുനീർ അല്ലാഹു കേൾക്കും. അതിൽ രണ്ടാമത്തേത് ലൈലത്തുൻ നിസ്ഫി മിന ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറാത്ത് രാവ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പ്രാമാണികതയെ തട്ടരുത്. ഈ കാണുന്ന ഒന്ന് യൂസുഫ് നബിയുടെ ഖമീസ് മുഖത്തിട്ടപ്പെടാ കാഴ്ചശക്തി കിട്ടിയത് ഇതുകൊണ്ടേ ഉണ്ടാവൂ, വേറൊന്നും കണ്ടിട്ടാവില്ല. മേറാജിന്റെ രാവ്, ബറാത്തിന്റെ രാവ്, ഇങ്ങനെ ചില രാവുകൾ നമുക്ക് ബറക്കത്തിന്റെ ഉണ്ടായിരുന്നു, നമ്മൾ കളഞ്ഞു, നശിപ്പിച്ചു. നമുക്ക് പുരോഗമന യുക്തിവാദികൾ 2 സൈസാ. ഒന്ന് എടമറുകിന്റെ യുക്തിവാദി, 2 മുസ്ലിം യുക്തിവാദി. അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. മൂന്നാമത്തേത് പറഞ്ഞട്ടെ, ഇത് 2ഉം കഴിഞ്ഞു. മൂന്നാമത്തേത് പറയട്ടെ. 3 വലൈലത്തു ഈദുൽ ഫിത്രി,
ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി, നാളെ പെരുന്നാളാണ്, ഇന്ന് രാത്രി, നാളെ അന്നത്തെ രാത്രിയിലെ ദുആ സ്വീകരിക്കും. നാളെ പെരുന്നാളാണ്, ഈ ഇന്നത്തെ രാത്രി. അന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കടയുടെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ രാത്രി. ആ സമയത്ത് നമ്മൾ മിക്ക ആളുകളും ഇറച്ചിക്കടയുടെ അവിടെയോ അല്ലെങ്കിൽ കോഴിക്കടയുടെ ഒന്നും അല്ലെങ്കിൽ ചെറുപ്പക്കാർ പെരുന്നാളിനിടാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത്യാവശ്യം നാളെ ഇടേണ്ട സാധനം മേടിച്ചിട്ടുണ്ടാവില്ല, അത് മേടിക്കാൻ പോണ സമയം അത്യാവശ്യം ഇടേണ്ട എന്ത് ചെയ്തിട്ടില്ല, ഓർമ്മ ചെയ്തിട്ടുണ്ട്. കോഴിക്കടയുടെ ഫ്രണ്ടിൽ നടക്കുന്നത് വലൈലത്തു ഈദുൽ ഫിത്തരി, പെരുന്നാളിന്റെ തലേ ദിവസം രാത്രിയെ കുറിച്ച് പറയുന്ന യൗമുൽ ജായിസ, പ്രതിഫലം 30 ദിവസം നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അള്ള തരുന്ന രാത്രിയാണെന്ന്. അന്ന് കൂലി കൊടുക്കുന്ന സമയത്ത് മേടിക്കാൻ തൊഴിലാളി ഇല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടുകാരുണ്ട്. കൂലി കൊടുക്കണ ദിവസം ഏതാ? പെരുന്നാളിന്റെ ദിവസം രാത്രി. മൂന്നാമത്തേത് വലൈലത്തു ഈദുൽ ഫിത്തരി, 4 വലൈലത്തു ഈദിൽ അദ്ഹാ, വലിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി. 5 വലൈലത്തു കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ ജുമുഅ ദിവസത്തിന്റെ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാത്രി. ഈ 5 രാത്രിയിൽ ആര് ദുആ ചെയ്താലും ലാ യുറദ്ദു ഫീഹി ദുആഉൻ, അതിലൊരു ദുആയും തള്ളപ്പെടുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ 5 രാത്രിയിൽ ഉറക്കമളച്ച് ദുആ ചെയ്ത് ഇനി കുറെ നന്മയ്ക്ക് വേണ്ടി മത്സരിക്ക്, തിന്മകൾ മാറ്റിവെക്ക്. എന്റെ പൊന്ന് ചെറുപ്പക്കാരികളെ, ഇൻഷാ അല്ലാഹ് ഈ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് ദുആ ചെയ്യണം. ചെയ്യൂലേ? കുറെ നന്മ ചെയ്തുകൂടെ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദാരിദ്ര്യം മാറുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, സഹാബി, ദാരിദ്ര്യം മാറാൻ നിനക്ക് ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക. എന്നിട്ട് നീ ഉടുത്തിരിക്കുന്ന വസ്ത്രമൂരി തൂക്കുന്നതിന് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. നിന്റെ ദാരിദ്ര്യവും കട്ടപ്പാടും മാറുമെന്ന് ഹബീബായ മുത്തു പറയവേ ആ സഹാബി പിന്നീട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അന്ന് മുതൽ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങി. പിൽക്കാലത്തിന്റെ എല്ലാ ദാരിദ്ര്യവും മാറിയെന്ന് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്ന ചെറിയ നന്മകൾ. ആ നന്മകൾ ഇനിയുള്ള കാലം ദാരിദ്ര്യം മാറണം. വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം വീട്ടുകാരോട് സലാം പറയുക. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചു, അപ്പടെ പിന്നെ പിള്ളേരുടെ വാപ്പാ ഫീസടയ്ക്കാൻ സമയമായി എന്നല്ല, അസ്സലാമു അലൈക്കും. വാപ്പ വീട്ടിലോട്ട് കയറുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹുടെ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. മക്കളും ഭാര്യ സലാം അടക്കുന്നു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. അവിടെ ഉണ്ടാവും. എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് നീ നിന്റെ വസ്ത്രം ഊരിയിടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഒരു പ്രാവശ്യം ഓതി നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു നന്മ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കണം. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക. അള്ളാഹു മത്സര ബുദ്ധി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اكسر نواكبنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാഹുവേ. മുഹമ്മദ് ഷഹീമിന്റെ പഠനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കയറ്റി മുഹമ്മദ് കുട്ടി 5000 രൂപ സംഭാവന. സൗദ സഫീറുൽ ഇഖ്ബാൽ 6366 സംഭാവന. അല്ലാഹുവേ, വിവിധങ്ങളായ മുറാദുകൾ മുൻനിർത്തിയിട്ട് ഈ സദസ്സിൽ 6366 1,66,000 സദഖ ചെയ്ത ധാരാളം പാവങ്ങളുണ്ട് റബ്ബേ.
കയ്യിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തന്ന സഹോദരിമാരുണ്ട് റബ്ബേ. അവരെല്ലാവരും ഈ ശഅബാനിന്റെ രാവിലെ വിശുദ്ധമായ ദുആ ദീക്ഷിച്ചിട്ട് അവരെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാൻ തന്നതാണല്ലാ. നീ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ദുഃഖങ്ങൾക്കൊരറുതി വരുത്തണേ തമ്പുരാനെ. ഏതാഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണോ അവരിതൊക്കെ ചെയ്തത്? രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റബ്ബേ, നീ അതെല്ലാം സബലീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയ സ്വലാത്തിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. റബ്ബേ, അവര് ഖബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ ഈ സ്വലാത്തിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചു പോയവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ഈ ദുആയാണ് റബ്ബേ. അല്ലാഹുവേ, നീ അവരുടെ ഖബറിടത്തിലേക്ക് അതിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ജീവിതത്തിൽ 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ പതറുന്ന പാവങ്ങളുണ്ട് റബ്ബേ. അവർക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. ഏത് കച്ചവടം ചെയ്തിട്ടും രക്ഷപ്പെടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കടബാധ്യതകൾ തലയിൽ പേറി നടക്കുന്നവരുണ്ട്. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധ്യത വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കടം വരുത്തല്ല റബ്ബേ. ആരെങ്കിലും കടങ്ങളിൽ പെട്ട് ദുഃഖിക്കുന്നുവെങ്കിൽ അവരെ കടങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കടബാധ്യത ഓർത്തിട്ട് എന്നും ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. അവരെ ഭർത്താക്കന്മാരെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുത്ത് സമാധാന കുടുംബ ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ലാ. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ സമാധാന സന്തോഷ ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് റബ്ബേ. പരസ്പര സ്നേഹവും സമാധാനവും നൽകണേ റബ്ബേ. അല്ലാഹുവേ, എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാതെ കഷ്ടപ്പെടുന്നവർ നീ കരകയറ്റണേ തമ്പുരാനെ. നീ കരകയറ്റണേ തമ്പുരാനെ. നീ കരകയറ്റണേ തമ്പുരാനെ. ഈ സാധുക്കളൊക്കെ പലവിധ കച്ചവടം ചെയ്യുന്നവരാണ്. ബറക്കത്ത് നൽകണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. വസ്തു കച്ചവടം നടത്തി വല്ലാതെ കുടുങ്ങിപ്പോയ സാധുക്കളുണ്ട്. നീ അതിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വാതിന് വന്നപ്പോൾ പലരും ഇന്ന് ഈ വാതിനില്ല തമ്പുരാനെ. പടച്ചവനെ, കഴിഞ്ഞ ഫെബ്രുവരി 4 വാത് പറയുമ്പോ 66,666 രൂപ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് എന്ന മാരായ മംഗലത്തുള്ള ചെറുപ്പക്കാരനുണ്ട് റബ്ബേ. ഇന്ന് ഈ സദസ്സിൽ അവനില്ല. അവൻ മണ്ണിന്റെ അടിയിലേക്ക് പോയി റബ്ബേ. ആ ചെറുപ്പക്കാരന്റെ സഹോദരങ്ങൾ മാരായ മംഗലത്ത് ഞാൻ വാതിന് പോകുമ്പോ 5 ലക്ഷം രൂപ കൊടുത്ത് അവിടുത്തെ മദ്രസയ്ക്കൊരു റൂം അവരുടെ സഹോദരന്റെ പേരിൽ പണി കഴിപ്പിച്ചു കൊടുത്തു റബ്ബേ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ പുഞ്ചിരിച്ചു നിന്ന ചെറുപ്പക്കാരനാണ് റബ്ബേ. അങ്ങനെ എത്ര ആളുകൾ നീ കബറിടം വിശാലമാക്കണേ അല്ലാ. ഇനി അടുത്തൊരു വാതിന് വരുമ്പോ ആര് മണ്ണിന്റെ ഇടയിൽ പോകുമെന്ന് ആർക്കറിയാം റബ്ബേ. ഇനി ഒരു വാല് കേൾക്കാൻ ഞങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല തമ്പുരാനെ. പറയാൻ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല റബ്ബേ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല അല്ലാ. ഇന്ന് ഞാൻ വാതിന് വരുമ്പോ എന്റെ വീടിന്റെ തൊട്ട അയൽപക്കക്കാരൻ മരിച്ചിട്ടുണ്ട്. വാല് കാരണത്താൽ ഇന്ന് എനിക്കവിടെ പോകാൻ കഴിയില്ല അല്ലാ. റബ്ബേ, ആ പ്രിയപ്പെട്ട അയൽപക്കക്കാരന്റെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, വിശാലമാക്കണേ അല്ലാ. ഇന്നലെ വരെ എന്റെ അയൽപക്കത്ത് കിടന്നവൻ അല്ലാഹുവേ, ഇന്നലെ വരെ പള്ളിയിൽ ഒന്നിച്ച് നിസ്കരിച്ചവൻ ഇന്ന് പാതിവടിയിൽ പട്ടാമ്പിയിലെത്തിയപ്പോ ഭാര്യ വിളിച്ചു പറഞ്ഞു മരണപ്പെട്ടു പോയി. ഫൗലേറ്റത് കൊണ്ട് ഇനി എന്റെ അയൽവക്കക്കാരൻ അവസാനം എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബേ, നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാ. ആ മനുഷ്യൻ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ. റബ്ബേ, എന്നെ 4 അക്ഷരം പഠിപ്പിച്ച എന്റെ ഉസ്താദും ഖബറിന്റെ അടിയിലാണ്.
നീ ഖബറ് വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾക്കൊരു മുത്തം കൊടുക്കാൻ പോലും കഴിയാതെ പെടഞ്ഞിട്ട് പെട്ടെന്ന് മരിക്കുന്ന മരണം വരുത്തല്ല റബ്ബേ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. എത്രയെത്ര ക്യാൻസർ രോഗികളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, 6166 നേർച്ചയാക്കിയിട്ടുള്ളത്. അവരുടെ എല്ലാവരുടെയും രോഗത്തിന് നീ ഒരു ശമനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഹൃദയത്തിന് പ്രയാസമുള്ളവർ, ഹാർട്ടിന് പ്രശ്നമുള്ളവർ, റബ്ബേ പടച്ചവനെ എന്റെ സ്ഥാപനത്തിലേക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്തവര് പോലുമുണ്ട്. അല്ലാഹുവേ പടച്ചവനെ നീ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റബ്ബേ. അവരെ രോഗത്തിന് ശമനം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഭാര്യമാരെ സാലിഹാത്തുകളാക്കി അവരോടൊത്ത് സന്തോഷത്തോടെ ജീവിതം നൽകി മക്കളെ വളർത്തി മാതാപിതാക്കളെ സംരക്ഷിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഓരോ ഭർത്താക്കന്മാരെയും നന്നാക്കി കൊടുക്കണേ റബ്ബേ. ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർക്കൊരു രോഗവും വരുത്തല്ലേ അല്ലാ. അവര് രോഗത്തിൽ തളർന്നാ ഞങ്ങളുടെ പൊന്നുമക്കളെ നോക്കാൻ ആരുമില്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാരെ നീ ഒരു രോഗം കൊണ്ട് തളർത്തല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാതാകും റബ്ബേ. ഞങ്ങളുടെ ഊന്നുവടി നഷ്ടപ്പെട്ടു പോകും റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാര് സാധുക്കളാണല്ലാ. പടച്ചവനെ ദീനിനു വേണ്ടി ഇങ്ങനെ ഓടി നടക്കുമ്പോ പരാതിയും പരിഭവവും ഏറെ ഉണ്ടെങ്കിലും ഒന്നും കാണിക്കാതെ ജീവിതത്തിന്റെ എല്ലാ വീഴ്ചയിലും പതനത്തിലും ഉയർച്ചയിലും താഴ്ചയിലും എനിക്ക് താങ്ങും തണലുമായ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ നന്നാക്കി വളർത്തി തരണേ അല്ലാഹുവേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിക്കടിമയാണ്. ഞങ്ങളുടെ മക്കൾ രാവിലെ സ്കൂളിൽ പോകുന്നവരെങ്ങനെ തിരിച്ചു വരുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അഭിമാനത്തോടെ വളർന്നിട്ട് മക്കളുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മദ്യപാനികളാക്കല്ല റബ്ബേ, വകതിരിവില്ലാത്തവരാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി താ റബ്ബേ. നാളെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ഖബറിന്റെ അടുക്കൽ പൊട്ടിക്കരഞ്ഞ് തന്നെ ഹാഫിളാക്കിയ ഉപ്പയാ, വളവൂരി തന്നെനിക്ക് ഹാഫിളാക്കിയ ഉമ്മയാണ്. 6666 തന്നവരുണ്ട്. അങ്ങനത്തെ പൊന്നുമക്കളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലെ കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട് റബ്ബേ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. പഠിക്കുന്നവരുണ്ട്, പഠനത്തിൽ വിജയം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഇതിന്റെ സംഘാടം ഒത്തിരി കഷ്ടപ്പെട്ടു റബ്ബേ. നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ധാരാളം ആളുകൾ ഗൾഫിലുണ്ട് അല്ലാഹുവേ. പ്രവാസിയുടെ ജീവിതം കഷ്ടമാണ് അല്ലാഹുവേ. നീ അവരെ കരകയറ്റണേ അല്ലാ. ഞങ്ങളുടെ പലരും, എൻ്റെ ഏക കൂടപ്പറപ്പ് ഗൾഫിലാണ്, പലരുടെയും ഭർത്താക്കന്മാര് ഗൾഫിലാണ്, മക്കള് ഗൾഫിലാണ് റബ്ബേ. ഒരപകടവും ഇല്ലാതെ കടലിന്റെ അക്കരയുള്ള അവരെ നീ കാത്തോളണേ അല്ലാഹുവേ. കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ഒരു പിടി മണ്ണായി വരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഈ സഹോദരിമാരെ നീ ഭർത്താക്കന്മാരെ സാലിഹാത്തുകളാക്കണേ റബ്ബേ. എവിടെയുണ്ടെങ്കിലും ഓടിപ്പാഞ്ഞു വരുന്ന ഈ സഹോദരിമാർ, അവരെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് റബ്ബേ. നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം കഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. സാലിഹീങ്ങളായ വരന്മാരെ നൽകണേ അല്ലാ. അവരുടെ മക്കളെ നീ ഖൈറാത്തുകളിൽ നൽപ്പെടുത്തണേ പടച്ചവനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം ഒരിക്കലും വരുത്തല്ലേ തമ്പുരാനെ.
അല്ലാഹു അവസാനം മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ അവസരം നൽകണേ റബ്ബേ. അവസാന സ്വർഗ നരകത്തിലേക്ക് വേദനിക്കുമ്പോ റബ്ബേ സ്വർഗാവകാശികളിൽ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സദസ്സിൽ വന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടുകൂടി അഖൂക്കും ഫിൽ ഇസ്ലാം അഹ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.